ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. 2019 സ്കീം എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് സെക്കൻഡ് സെമിസ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളിലേക്കാണ്. സോ ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തേർഡ് മൊഡ്യൂൾ നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. സോ വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ ആയതുകൊണ്ടാണ് ഫസ്റ്റ് മൊഡ്യൂളിന് ശേഷം ഞാൻ നേരെ തേർഡ് മൊഡ്യൂളിലേക്ക് കയറിയത്. കാരണം ഇത് യുണീക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു മൊഡ്യൂൾ കൂടിയാണ്. ബാക്കിയുള്ള മൊഡ്യൂൾസുമായിട്ട് ബന്ധമില്ല. കാരണം ബാക്കിയുള്ള ഏതെങ്കിലും പഠിച്ചാലേ ഇത് പഠിക്കാൻ പറ്റൂ, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സ്പെഷ്യലായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഈ മൊഡ്യൂളിൽ മാത്രമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഈ മൊഡ്യൂളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ്. കാരണം മറ്റുള്ള മൊഡ്യൂൾസിൽ ഇതിന്റെ യൂസ് നമുക്ക് വരുന്നില്ല. ഈ സെമസ്റ്ററിൽ ഈ മൊഡ്യൂളിൽ മാത്രം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ യൂസ് തീർച്ചയായിട്ടും നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ ഉണ്ടാവും. അതേപോലെ തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോമും ഫൊറിയർ ട്രാൻസ്ഫോമും പഠിക്കുമ്പോൾ രണ്ട് സൈഡിലും പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് യൂസ് ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ അതാണ് അവർ തമ്മിലുള്ള ഒരു ബന്ധം, ഒരു റിലേഷൻ. അതായത് ആ മൊഡ്യൂൾസ് തമ്മിലൊരു ബന്ധമുണ്ട്. പക്ഷേ ഈ മൊഡ്യൂൾ യുണീക്ക് ആയിട്ട് നിൽക്കുന്ന മൊഡ്യൂൾ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സ്പെഷ്യലായിട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ടോപ്പിക്സ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. പക്ഷെ ഉള്ള ടോപ്പിക്സ് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എഫിഷ്യൻസി ഇതിനകത്ത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. സോ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ വീഡിയോസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം പിന്നീട് അങ്ങോട്ട് ഗേറ്റ് എക്സാമിനൊക്കെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്നും പിന്നെ ഈ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്നും ഒക്കെ ഗേറ്റ് എക്സാമിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. This topic is extremely important for further future competitive exams. അത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക. സോ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കയറാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് ഉള്ള അഥവാ d/dx ഉള്ള d²y/dx² ഉള്ള അങ്ങനെയുള്ള ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ പ്രധാനമായിട്ടും രണ്ട് രീതിയിലുണ്ട്, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും ഉണ്ട്, പിന്നെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഉണ്ട്. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് നെക്സ്റ്റ് സെമിസ്റ്ററിൽ പഠിക്കാനുണ്ട്. ഈ സെമിസ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ രണ്ട് ടൈപ്പിലുണ്ട്. ഹോമോജീനിയസും ഉണ്ട്, നോൺ ഹോമോജീനിയസും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർമാറ്റ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. d⁻n/dx⁻n പ്ലസ് d⁻, പവർ കുറഞ്ഞു വരിക. ഇവിടെ d² ആണെങ്കിൽ ഇവിടെ d ആയിരിക്കും. ഇവിടെ d³ ആണെങ്കിൽ d² ആയിരിക്കും, d ആയിരിക്കും, പിന്നെ ഒരു കോൺസ്റ്റന്റ് ടേം വിത്ത് y ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? r(x). ഇതാണ് റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ r(x). റൈറ്റ് സൈഡിൽ വരുന്ന ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. റൈറ്റ് സൈഡ് 0 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. റൈറ്റ് സൈഡിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പർട്ടിക്കുലർലി നോൺ ഹോമോജീനിയസ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. ഹോമോജീനിയസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിന്റെ ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ളത്. സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിനുശേഷം നമുക്ക് നോൺ ഹോമോജീനിയസിന്റെയും സൊല്യൂഷൻ പഠിക്കാനുണ്ട് ഈ മൊഡ്യൂളിൽ തന്നെ. സോ അപ്പൊ നമുക്ക് ഹോമോജീനിയസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ പറഞ്ഞു റൈറ്റ് സൈഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. ഹോമോജീനിയസ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ODE എന്ന് പറയുന്നത് എന്താണ്? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് കേട്ടോ. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഷോർട്ട് ഫോമിൽ എഴുതുന്നതാണ് ODE. ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഷോർട്ട് ഫോം ആണ് DE. ഷോർട്ട് ഫോംസ് ആയിരിക്കും ഇനി അങ്ങോട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റിലെ നോക്കി വെക്കുക ഷോർട്ട് ഫോംസ് ഒക്കെ. ഓക്കെ, ഒരു എക്സാമ്പിൾ എഴുതുവാണെങ്കിൽ d²y/dx² പ്ലസ് dy/dx പ്ലസ് dy/dx പ്ലസ് y ഇസ് ഈക്വൽ ടു എന്താണ്? 0. അപ്പൊ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഹോമോജീനിയസ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാമ്പിൾ ആണ്. ശരിയല്ലേ? കാരണം റൈറ്റ് സൈഡ് എന്താണ്? 0 ആണ്. നമ്മുടെ r(x) എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ? നോൺ ഹോമോജീനിയസിന് എക്സാമ്പിൾ എഴുതാൻ പറയുവാണെങ്കിൽ ഇതേ സെയിം ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ എടുക്കാം. എനിക്ക് d²y/dx² പ്ലസ് dy/dx പ്ലസ് y ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഞാൻ ഏതെങ്കിലും ഫംഗ്ഷൻ കൊടുത്താൽ മതി. e⁻x കൊടുക്കാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഫംഗ്ഷൻസ് കൊടുക്കാം. e⁻x പ്ലസ് sin x കൊടുക്കാം. ശരിയല്ലേ? റൈറ്റ് സൈഡിൽ ഒരു ഫംഗ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്? നോൺ ഹോമോജീനിയസ് ആണ്. അപ്പം എപ്പോഴും ഓർത്ത് വെക്കുക, ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് 0 ആയിരിക്കും. നോൺ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ എന്തുണ്ടാവും? ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. ഓക്കെ, ദെൻ ഇതിന്റെ സൊല്യൂഷൻ. അപ്പം ഈ റൈറ്റ് സൈഡ് 0 ആണെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം,
ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y is equal to CF ആയിരിക്കും. CF എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. പേരുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. CF എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. അതാണ് കോംപ്ലിമെന്ററിയുടെ സിയും ഫംഗ്ഷന്റെ എഫും. സോ y is equal to CF ആണ് ഒരു ഹോമോജീനിയസ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ. അതായത് റൈറ്റ് സൈഡ് 0 ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷനകത്ത് എന്ത് മാത്രമേ കാണത്തുള്ളൂ എന്ന് ഓർത്ത് വെക്കുക? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ കാണത്തുള്ളൂ എന്ന് ഓർത്ത് വെക്കണം. റൈറ്റ് സൈഡ് 0 ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷനകത്ത് എന്ത് മാത്രമേ കാണത്തുള്ളൂ? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്നുള്ള രീതിയിലായിരിക്കും. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. സോ രണ്ട് കേസസും കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. റൈറ്റ് സൈഡ് 0 ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷനകത്ത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ കാണത്തുള്ളൂ. റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് എന്താണ്? പർട്ടിക്കുലർ ഇന്റഗ്രൽ. അപ്പൊ CF എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ് CF എന്ന് പറയുന്നത്. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. PI എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പുതിയതായിട്ട് വന്ന ആൾ എന്താണ്? CF എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഇവിടെ പുതിയതായിട്ട് വന്ന ആരാണ്? പർട്ടിക്കുലർ ഇന്റഗ്രൽ. അയാളുടെ പേരെന്താണ്? PI എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ. ക്ലിയർ? സോ അപ്പൊ നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ പഠിക്കാനുള്ളത് ഹോമോജീനിയസ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ത്രൂ ഔട്ട് കംപ്ലീറ്റ് നമ്മൾ റൈറ്റ് സൈഡ് 0 ആവുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം തന്നെ സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് പഠിക്കണം. സോ വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു solve a differential equation? Particularly in this video we are discussing about homogeneous linear ordinary differential equation. So what are the steps to solve a homogeneous linear ordinary differential equation? So അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്സിലേക്ക് കയറാം. സോ അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് steps to solve homogeneous linear ordinary differential equation. So steps to solve, heading കൊടുക്കുക steps to solve homogeneous linear ordinary differential equation. Steps to solve homogeneous linear ordinary differential equation. So ഇത് സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് put d by dx is equal to capital D. പുട്ട് എന്താണ്? d by dx is equal to capital D. അപ്പം ഇതിങ്ങനെ എഴുതുമ്പോൾ തന്നെ d by dx ന്റെ മറ്റുള്ള നൊട്ടേഷൻസും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ y ഡാഷിന്റെ മറ്റൊരു നൊട്ടേഷൻ എന്താണ്? y ഡാഷ് എന്ന് പറയുന്നതാണ് dy by dx. ഈ നൊട്ടേഷൻസ് ഒക്കെ അറിയാലോ. അതാണ് y1. ഈ നൊട്ടേഷൻ വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. ഈ രണ്ട് നൊട്ടേഷൻസ് അടിപൊളിയായിട്ട് ഓർത്തിരിക്കണം. y ഡാഷ് എന്ന് പറയുന്നത് തന്നെയാണ് dy by dx. y ഡബിൾ ഡാഷ് എന്ന് പറയുന്നതാണ് എന്ത്? d square y by dx square. d square y by എന്താണ്? dx square. ഓക്കെ, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാലോ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് y2 എന്ന് എഴുതാം. ഈ നൊട്ടേഷനിൽ അധികം കണ്ടിട്ടില്ല. ഈ രണ്ട് നൊട്ടേഷൻസ് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. സോ d by dx ന് പകരം ഞാൻ എന്ത് കൊടുക്കണം? ക്യാപിറ്റൽ D സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ ക്യാപിറ്റൽ D യെ നമ്മൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്നൊക്കെയുള്ള പേരിട്ടാണ് വിളിക്കുന്നത്. അത് ഓപ്പറേറ്റർ ആണ്. നമ്മൾ ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നില്ല, ഹാമിൽട്ടൺ ഓപ്പറേറ്റർ, അതേപോലെയൊക്കെയുള്ള ഒരു ഓപ്പറേറ്റർ ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഓപ്പറേറ്റർ, ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ, അതാണ് ക്യാപിറ്റൽ D എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പുട്ട് d by dx ഈക്വൽ ടു ക്യാപിറ്റൽ D. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഒരു രീതിയിലേക്ക് മാറും. f of d into y is equal to 0 എന്നുള്ള ഒരു രീതിയിലേക്ക് മാറും. 0 ഇൻ ദ കേസ് ഓഫ് ഹോമോജീനിയസിന്റെ കേസിൽ 0, നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ ഇവിടെ ഒരു ഫംഗ്ഷൻ വന്നേനെ. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഇൻ ദ കേസ് ഓഫ് ഹോമോജീനിയസ് f of d into y is equal to 0 എന്ന് മാറും. അതായത് നമ്മൾ d by dx ന് ക്യാപിറ്റൽ D സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏത് രീതിയിലേക്ക് മാറും? f of d into y equal to 0 എന്നുള്ള രീതിയിലേക്ക് മാറും. അടുത്ത സ്റ്റെപ്പില് നമ്മൾ f of d ക്കകത്ത് d ക്ക് m കൊടുക്കണം. അപ്പൊ എന്ത് വരും? f of m ആവും. ശരിയല്ലേ? അതായത് put d is equal to m in f of d. f of d ക്കകത്ത് d ക്ക് m കൊടുക്കുമ്പോൾ എന്താവും? f of m. This f of m equal to 0 is called auxiliary equation.
ഓക്സിലറി ഇക്വേഷൻ ഈസ് കോൾഡ് എന്താണ്? ഓക്സിലറി ഇക്വേഷൻ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ദിസ് എഫ് ഓഫ് എം ഈക്വൽ ടു 0 ഈസ് കോൾഡ് എന്താണ്? ഓക്സിലറി ഇക്വേഷൻ. ഇത്രയും സ്റ്റെപ്സ് ഓക്കെ ആണോ? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഡി ബൈ ഡി എക്സിന് ക്യാപിറ്റൽ ഡി കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഫ് ഓഫ് ഡി ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോർമാറ്റിലേക്ക് കൺവേർട്ടഡ് ആവും. ആ എഫ് ഓഫ് ഡിക്കകത്ത് ഡിക്ക് ഞാൻ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഈക്വൽ ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് ഈക്വൽ ടു 0 കൊടുക്കുന്നു, എഫ് ഓഫ് എം ഈക്വൽ ടു 0 കൊടുക്കുന്നു. ദിസ് ഇക്വേഷൻ, ദിസ് എഫ് ഓഫ് എം ഈക്വൽ ടു 0 ഈസ് കോൾഡ് എന്താണ്? ഓക്സിലറി ഇക്വേഷൻ. ഓക്സിലറി ഇക്വേഷൻ. സോ സൊല്യൂഷൻ ഓഫ് ദിസ് ഓക്സിലറി ഇക്വേഷനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് ദ ഓക്സിലറി ഇക്വേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് 3 രീതിയിലാണ് ഓക്സിലറി ഇക്വേഷന്റെ സൊല്യൂഷൻ വരുന്നത്. ആ 3 കേസിലും ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഓക്സിലറി ഇക്വേഷന്റെ സൊല്യൂഷൻ ശ്രദ്ധിച്ചിരിക്കുക. ഈ ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഇത് പല രീതിയിൽ വരാം. സെക്കൻഡ് ഓർഡർ ആയിരിക്കാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ഓക്സിലറി ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി ആയിരിക്കും. ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് നമുക്ക് എത്ര സൊല്യൂഷൻസ് ഉണ്ടാവും? 2 സൊല്യൂഷൻസ് ഉണ്ടാവും. അതുപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 സൊല്യൂഷൻസ് ഉണ്ടാവും. ഇപ്പൊ തേർഡ് ഓർഡർ ആണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്കിൽ ഓക്സിലറി ഇക്വേഷൻ തേർഡ് ഡിഗ്രി ആയിരിക്കും. ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷന് തീർച്ചയായിട്ടും 3 സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പം ആ സൊല്യൂഷൻ പല രീതിയിൽ സംഭവിക്കാമല്ലോ. ഇപ്പൊ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് വെക്കുക. അതിന്റെ ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2 സൊല്യൂഷൻ കിട്ടും. ആ 2 സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈക്വൽ ആകാം, അല്ലെങ്കിൽ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആവാം, അല്ലെങ്കിൽ കോംപ്ലക്സ് ആവാം. ഈ 3 സാധ്യതകളാണ് വരുന്നത്. അപ്പം ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിക്കോട്ടെ, അതിന്റെ ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 3 സാധ്യതകളുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആവാം, അല്ലെങ്കിൽ കോംപ്ലക്സ് ആവാം, അല്ലെങ്കിൽ ഈക്വൽ റൂട്ട്സ് ആവാം. ഈ 3 കേസിൽ നമ്മുടെ സൊല്യൂഷൻ 3 രീതിയിലാണ്. സോ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അതാണ്. ബേസിക്കലി ദീസ് ആർ ദ ഫസ്റ്റ് 3 സ്റ്റെപ്സ്. അപ്പൊ ബാക്കി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വേണം എഴുതാൻ. ഞാൻ ഇത് തുടച്ചിട്ടായിരിക്കും എഴുതുന്നത്, കാരണം നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്. സോ അപ്പൊ നിങ്ങൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ എഴുതുക, അടുത്ത സ്റ്റെപ്പായിട്ട് തന്നെ എഴുതുക. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് മനസ്സിലായോ? ഈ ഒരു ഓക്സിലറി ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 രീതിയിൽ സംഭവിക്കാം. ആ 3 കേസ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്റെ ജോലി. അപ്പം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും സംഭവിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പം അതിന് 3 രീതിയും നമ്മൾ ആദ്യമേ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. സോ അപ്പൊ നമുക്ക് നേരെ ആ പരിപാടി നോക്കാം. യെസ്, ഇപ്പൊ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓക്സിലറി ഇക്വേഷന്റെ സൊല്യൂഷൻ നമുക്ക് 3 രീതിയിൽ വരാം. ആ 3 രീതികൾ എക്സ്പ്ലെയിൻ ചെയ്യുക, കറസ്പോണ്ടിംഗ്ലി ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഓക്കെ, സോ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു ഓക്സിലറി ഇക്വേഷന്റെ സൊല്യൂഷൻ, നമുക്ക് 3 രീതിയിൽ വരാം. ഓക്സിലറി ഇക്വേഷൻ എന്താണ്? എഫ് ഓഫ് എം ഈക്വൽ ടു 0 ആയി വിളിക്കുന്ന പേരാണ് ഓക്സിലറി ഇക്വേഷൻ. അതിന്റെ സൊല്യൂഷൻ നമുക്ക് 3 രീതിയിൽ വരാം. സോ ഫസ്റ്റ് കേസ്, ആ 3 കേസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് കേസിലേക്ക് വരാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് വരുന്ന കേസ്. ഫസ്റ്റ് കേസ്, അപ്പൊ ഞാൻ 2 റൂട്ട്സ് വരുന്ന കേസും എക്സ്പ്ലെയിൻ ചെയ്യും, 3 റൂട്ട്സ് വരുന്ന കേസും എക്സ്പ്ലെയിൻ ചെയ്യും, 4 റൂട്ട് വരുന്ന കേസ് അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എഴുതാനും പറ്റും. ഓക്കെ, ദെൻ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ്. നമ്മുടെ ഈ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവാം, തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആവാം, ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ ആവാം, മാക്സിമം പോയ 5th ഡിഗ്രി വരെ വരാം. 4th ഡിഗ്രി വരെയൊക്കെ എക്സാമിന് കാണാറുള്ളൂ. സോ അതിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആവാം. മറ്റൊരു സാധ്യത എന്താണ്? ഈക്വൽ റൂട്ട്സ് ആവാം. മറ്റൊരു സാധ്യത എന്താണ്? കോംപ്ലക്സ് റൂട്ട്സ് ആവാം. ഓക്കെ, നിങ്ങൾ ഈ 3 കേസസും എക്സ്പ്ലെയിൻഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എവിടെയാണ്? ഫിസിക്സിനകത്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഡാമ്പിങ്ങിനകത്ത് പഠിക്കാനുള്ളതാണ്. ഡാമ്പിങ് കോൺസ്റ്റന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ഡെറിവേഷൻസിനകത്തൊക്കെ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെ 3 രീതിയിൽ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസ് നമ്മൾ നോക്കാം. ഒരു ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് വരുന്ന കേസ്. അപ്പം ഞാൻ 2 റൂട്ട്സ് വരുന്ന കേസ് എടുക്കുവാണ്, M1 ആൻഡ് M2. അതായത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ഓക്സിലറി ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി ആയിരിക്കും. ആ കേസിൽ നമുക്ക് 2 റൂട്ട്സ് ആണ് വരുന്നത്, M1
m2. അപ്പൊ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഞാൻ m1 m2 എന്ന് എടുത്തു. ഈക്വൽ റൂട്ട്സ് വരുന്ന കേസിൽ ഞാൻ അതിനെ എങ്ങനെ എടുക്കും? m1, m1 എന്ന് തന്നെ എടുക്കും, കാരണം രണ്ട് സെയിം റൂട്ട്സ് ആണല്ലോ. കോംപ്ലക്സ് റൂട്ട് വരുന്ന കേസിൽ ഞാൻ അതിനെ എങ്ങനെ എടുക്കും? m1 പ്ലസ് ഓർ മൈനസ് im2 എന്ന് എടുക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ ഈ കേസിൽ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ, നമ്മുടെ സൊല്യൂഷൻ എന്താണ്? y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ് സൊല്യൂഷൻ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. റൈറ്റ് സൈഡ് 0 ആണെങ്കിൽ സൊല്യൂഷൻ എന്താണ്? y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ in the case of homogeneous differential equation. So y is equal to cf in the case of real and distinct root എന്ന് പറയുന്നത് c1 e raised to m1x plus c2 e raised to m2x ആണ്. c1 c2 ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്സ് ആണ്. c1 c2 എന്താണ്? കോൺസ്റ്റന്റ്സ് ആണ്. ആ കോൺസ്റ്റന്റ്സ് നിൽക്കുന്ന സൊല്യൂഷൻ, അഥവാ കോൺസ്റ്റന്റ്സ് നിലനിൽക്കുന്ന സൊല്യൂഷനെയാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ക്ലൂ തരുന്ന ക്വസ്റ്റ്യനെയാണ് നമ്മൾ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത്. ആ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൽ കൂടെ കിട്ടുന്ന സൊല്യൂഷനെയാണ് നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. ഇതുപോലുള്ള വാക്കുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ ഈക്വൽ റൂട്ട്സ് വരുന്ന കേസിൽ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ശ്രദ്ധിച്ചിരിക്കുക. c1 പ്ലസ് ഫസ്റ്റ് സൊല്യൂഷൻ എല്ലാവരും കാണാതെ പഠിക്കുക. c1 പ്ലസ് c2x ഇൻറ്റു ഇ റൈസ് ടു m1x ആയിരിക്കും. c1 പ്ലസ് c2x ഇൻറ്റു ഇ റൈസ് ടു m1x. കോംപ്ലക്സ് റൂട്ട് വരുന്ന കേസിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഈസ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. അപ്പൊ ഞാൻ എല്ലായിടത്തും y ഈക്വൽ ടു cf എന്ന് എഴുതുന്നില്ല, എല്ലായിടും എന്ത് തന്നെയാണ്? y ഈക്വൽ ടു cf തന്നെയാണ്. y is equal to e raised to m1x into c1 cos m2x plus c2 sin m2x. ചില ടീച്ചേഴ്സ് ഒക്കെ ഇത് ആൽഫയും ബീറ്റയും വെച്ചാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ എല്ലാം m1 m2 തന്നെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ആക്കിയതാണ്. e raised to m1x into c1 cos m2x plus എന്താണ്? c2 sin m2x. ഓക്കെ, അപ്പൊ ഇത് രണ്ട് റൂട്ട്സ് വരുന്ന കേസാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി മൂന്ന് റൂട്ട്സ് വരുന്ന കേസ് നോക്കാം. മൂന്ന് റൂട്ട്സ് വരുന്ന കേസ് m1 m2 m3. അതായത് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിലാണ് രണ്ട് റൂട്ട്സ് വരുന്നത്. ഓക്സിലറി ഇക്വേഷൻ തേർഡ് ഡിഗ്രി ആവാമല്ലോ. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തേർഡ് ഓർഡർ ആണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി ഓക്സിലറി ഇക്വേഷൻ തേർഡ് ഡിഗ്രി ആവാം. അപ്പൊ നമുക്ക് മൂന്ന് റൂട്ട്സ് വരാം. മൂന്ന് റൂട്ട്സ് വരുന്നത് തീർച്ചയായിട്ടും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. സോ മൂന്ന് റൂട്ട്സും സെയിം ആയിട്ട് വരാം. m1 m1 m1. ഓക്കെ, അവിടെ തന്നെ വേറെ കേസസ് ഉണ്ട്. രണ്ട് റൂട്ട്സ് സെയിം ആയിട്ട് വരാം, ഒരെണ്ണം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരാം. അപ്പൊ അതൊക്കെ നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ വരുന്ന കേസ് ഏതാണ്? മൂന്ന് റൂട്ട്സും കോംപ്ലക്സ് ആകാൻ പറ്റത്തില്ലല്ലോ. ഒരു കോംപ്ലക്സ് റൂട്ട് ഉണ്ടെങ്കിൽ അടുത്ത റൂട്ട് അതിന്റെ കോൺജുഗേറ്റ് പെയർ ആയിരിക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അതാണ് m1 പ്ലസ് ഓർ മൈനസ് im2. m1 പ്ലസ് im2 ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും m1 മൈനസ് im2 ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു റൂട്ട് എന്ന് പറയുന്നത് m1 പ്ലസ് ഓർ മൈനസ് im2 ആയിരിക്കും. ഒരു റൂട്ട് അല്ലാതെ മൊത്തം മൂന്ന് റൂട്ട്സ് വേണമല്ലോ. തേർഡ് ഡിഗ്രി ആകുമ്പോഴത്തേക്കിന് മൂന്ന് റൂട്ട്സ് ഉണ്ടാവണം. ഇപ്പൊ രണ്ട് റൂട്ട്സ് ആയിട്ടുണ്ട്. ഒരു റൂട്ട് കൂടെ കോംപ്ലക്സ് എഴുതുവാണെങ്കിൽ അവന്റെ കോൺജുഗേറ്റ് പെയറും എനിക്ക് എഴുതേണ്ടി വരും, ശരിയല്ലേ? അപ്പൊ നാല് റൂട്ട്സ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് ഒരെണ്ണം ഡിസ്റ്റിങ്ക്റ്റ് ആവണം. ഒരെണ്ണം റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഞാൻ m3 വിളിക്കുകയാണ്, m3. ഓക്കെ, അപ്പൊ മൊത്തം മൂന്ന് റൂട്ട്സ് ആയി, പ്രശ്നമൊന്നുമില്ല. m1 പ്ലസ് im2 ഒരു റൂട്ട് ഉണ്ട്, m1 മൈനസ് im2 ഒരു റൂട്ട് ഉണ്ട്. അപ്പൊ രണ്ട് റൂട്ട്സ് ആയി. m3 മൂന്നാമത്തെ റൂട്ട്. അപ്പൊ മൂന്ന് റൂട്ട്സ് വരുന്ന കേസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ കേസിൽ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് കേസ് പഠിച്ച ആൾക്ക് ഇത് വളരെ എളുപ്പമായിട്ട് എഴുതാൻ പറ്റും. ആ ലോജിക് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. സോ ഈ കേസിൽ നമ്മുടെ y is equal to എന്തായിരിക്കും? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ. c1 e raised to m1x. ഒരു റൂട്ടോടെ വന്നാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. c2 e raised to m2x. ഒരാളും കൂടെ വരുമെന്നേ ഉള്ളൂ. c3 e raised to എന്താണ്? m3x. ഓക്കെ, ഈക്വൽ ആയിട്ട് വരുന്ന കേസ് എന്തായിരിക്കും? y is equal to c1 പ്ലസ് c2x പ്ലസ് ഒരു ടേമും കൂടെ വരും, c3x² എന്നും കൂടെ വരും, ഇൻറ്റു എന്താണ്? e raised to m1x. ഇനിയിപ്പോ നാല് റൂട്ട്സ് ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ എന്തായിരിക്കും? m1 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 m1. അങ്ങനെ നാല് റൂട്ട്സ് ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്തായിരിക്കും? c1 പ്ലസ് c2x പ്ലസ് c3x² പ്ലസ് c4x raised to 3. ലോജിക്ക് പിടി കിട്ടിയോ? ഇതേ ലോജിക്കാണ് അങ്ങോട്ട് കണ്ടിന്യൂ ആയി പോകുന്നത്. മാക്സിമം 4 വരെ വരത്തുള്ളൂ കേട്ടോ. e raised to എന്താണ്? m1x. അപ്പൊ ഇതും കൂടെ അതിന്റെ കൂടെ പറഞ്ഞാണ്. ദെൻ ഒരു റൂട്ട്, രണ്ട് റൂട്ട് എന്താണ്? കോംപ്ലക്സ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ആദ്യം എഴുതാം. ഇതനുസരിച്ച് അതിന്റെ റൂട്ട് എന്താ വരും? y is equal to e raised to m1x into c1 cos m2x plus c2 sin m2x. ഓക്കെ, c1 cos m2x plus c2 sin m2 ആണ്. വൃത്തിക്കൊക്കെ എഴുതിയെടുക്കുക. sin m2x. c1 cos m2x plus c2 sin m2x plus, അപ്പൊ എനിക്ക് ഫസ്റ്റിലത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ഒരു റൂട്ട് കൂടെ ഉണ്ട്. അപ്പൊ c1 c2 യൂസ്ഡ് ആയതുകൊണ്ട്
C3 e raised to എന്ത് കൊടുത്താൽ മതി, M3x കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ അപ്ലൈ ചെയ്തത്, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. ഇതേ കൺസെപ്റ്റ് തന്നെ, ഒരു റൂട്ട് എവിടെ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് കാണുന്നോ അവിടെ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുക, എവിടെ കോംപ്ലക്സ് കാണുന്നോ അവിടെ കോംപ്ലക്സിന്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ കോംപ്ലക്സും ഉണ്ടായിരുന്നു, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റും ഉണ്ടായിരുന്നു. അപ്പം കോംപ്ലക്സിന്റെ കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്തു, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റിന്റെ കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്തു. C1 C2 യൂസ്ഡ് ആയതുകൊണ്ട് ഞാൻ C3 എടുത്തേ ഉള്ളൂ. ഇതിന്റെ ഓർഡർ നിങ്ങൾക്ക് എങ്ങനെ വേണേലും മാറ്റാം കേട്ടോ. അപ്പൊ C1 e raised to M3 വേണമെങ്കിൽ എനിക്ക് ആദ്യം എഴുതാം, M1 രണ്ടാമത് എഴുതാം, M3 മൂന്നാമത് എഴുതാം. ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, അതായത് M1 M2 നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയെന്ന് പറഞ്ഞു ഒരു പ്രശ്നമില്ല, സൊല്യൂഷൻ സെയിം തന്നെയാണ്, ഒരു പ്രശ്നവും അവിടെ നിങ്ങൾക്ക് വരത്തില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പോസിബിലിറ്റീസ്. 4 റൂട്ട്സ് വരുന്ന കേസിലാണെങ്കിൽ എന്തുകൂടെ വരും, C4 e raised to M4x കൂടെ വരും. ശരിയല്ലേ? ഇവിടെ നമ്മൾ എല്ലാ സാധ്യതകളും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ തന്നെ രണ്ട് റൂട്ട്സ് സെയിം ആയിട്ട് വന്നു, ഒരു റൂട്ട് ഡിഫറെന്റ് ആയിട്ട് വന്നു. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, ഈക്വൽ കൺസെപ്റ്റ് വെച്ച് ഇതിന്റെ എഴുതണം, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് വെച്ച് അടുത്ത റൂട്ട് എഴുതണം. അപ്പൊ ഞാൻ ഇതിന്റെ ഇങ്ങോട്ടൊന്ന് എഴുതി കാണിക്കാവേ. ഇതിന്റെ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, ഇതിന്റെ ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതുവാണേ. നമ്മുടെ സൊല്യൂഷൻ എന്തായിരിക്കും, y is equal to ഈക്വൽ കൺസെപ്റ്റ് വെച്ച് ആദ്യത്തെ റൂട്ട് എഴുതണം, C1 plus C2x into e raised to M1x. റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് വെച്ച് അടുത്ത് എഴുതണം. ശരിയല്ലേ? മുമ്പ് ഇവിടെ ചെയ്ത പോലെ തന്നെ. ഇപ്പൊ C1 C2 യൂസ്ഡ് ആയതുകൊണ്ട് C3 e raised to M2x. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ സൊല്യൂഷൻ. അപ്പൊ എല്ലാ പോസിബിലിറ്റീസും പറഞ്ഞു, ഇത്രയൊക്കെ സാധ്യതകളാണ് നമുക്ക് വരാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരെ പ്രോബ്ലംസിലേക്ക് കയറിയാൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടെ അങ്ങ് സ്ട്രോങ് ആവും. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് അങ്ങ് ഇൻക്ലൂഡ് ചെയ്യുവാണ്. ക്ലാസ്സിന്റെ ലെങ്ത് അത്യാവശ്യം ഉണ്ടാവും. അപ്പം നിങ്ങൾ ക്ഷമയോട് കൂടി ഇരുന്ന് കണ്ടു പഠിക്കുക. അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് ടോപ്പിക് അങ്ങ് തീർന്നു കിട്ടും. പിന്നെ നമുക്ക് നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് കയറിയാൽ മതി, ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിലേക്ക് കയറിയാൽ മതി അടുത്ത ക്ലാസ്സിൽ. അപ്പൊ അതിനു മുമ്പേ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. സോ മാക്സിമം ക്ഷമയോടുകൂടി കണ്ട് പഠിക്കുക, മാക്സിമം ക്ലാസ് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. സോ അപ്പൊ നമുക്ക് നേരെ പ്രോബ്ലംസിലേക്ക് കയറാം. സോ അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. ക്വസ്റ്റ്യന്റെ റൈറ്റ് സൈഡ് 0 ആണ്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, പർട്ടിക്കുലർ ഇന്റഗ്രൽ ഇല്ല എന്ന് മനസ്സിലായി. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഡി ബൈ ഡി എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്യാപിറ്റൽ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ശരിയല്ലേ? ഡി ബൈ ഡി എക്സിന് പകരം ക്യാപിറ്റൽ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഡി ബൈ ഡി എക്സിന് ക്യാപിറ്റൽ ഡി കൊടുക്കുമ്പോൾ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എന്തായിരിക്കും, ക്യാപിറ്റൽ ഡിയുടെ സ്ക്വയർ ആയിരിക്കും. ഡി ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബ് എന്തായിരിക്കും, ക്യാപിറ്റൽ ഡിയുടെ ക്യൂബ് ആയിരിക്കും. ഓക്കെ, ഇത് ബേസിക് കൺസെപ്റ്റ് ആണ്. ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയറിന് പകരം എനിക്ക് ഡി സ്ക്വയർ കൊടുക്കാം, y കിടപ്പുണ്ട്. 5 ഇൻറ്റു ഡി ബൈ ഡി എക്സിന് പകരം ഡി കൊടുക്കാം, y കിടപ്പുണ്ട്. പ്ലസ് 6y ഇസ് ഈക്വൽ ടു എന്താണ്, 0. ഈ സ്റ്റെപ്പ് ഓക്കെ അല്ലേ? ഡി ബൈ ഡി എക്സിന് പകരം ക്യാപിറ്റൽ ഡി കൊടുക്കുമ്പോൾ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഡി സ്ക്വയർ ആവും, y കിടപ്പുണ്ട്. 5 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ക്യാപിറ്റൽ ഡി ആവും, അവിടെ y ഉണ്ട്. പ്ലസ് എന്താണ് 6y ഈക്വൽ ടു 0. അപ്പൊ എല്ലാ ടേംസിൽ നിന്നും എനിക്ക് എന്ത് പുറത്തെടുക്കാൻ പറ്റും, y പുറത്തെടുക്കാൻ പറ്റും. എല്ലാ ക്വസ്റ്റിനും ഇതേപോലെ തന്നെയാണ് പോകുന്നത് കേട്ടോ. ഡി സ്ക്വയർ പ്ലസ് 5d പ്ലസ് 6 ഇൻറ്റു y ഇസ് ഈക്വൽ ടു എന്താണ്, 0. ഇതിപ്പോ ഏത് രീതിയിലേക്ക് മാറി നമ്മുടെ ക്വസ്റ്റ്യൻ, എ ഫംഗ്ഷൻ ഓഫ് d ഇൻറ്റു y ഇസ് ഈക്വൽ ടു 0. മനസ്സിലായ? നമ്മുടെ ക്വസ്റ്റ്യൻ ഡി ബൈ ഡി എക്സിന് ക്യാപിറ്റൽ ഡി കൊടുത്തതിന് ശേഷം ആഫ്റ്റർ ദാറ്റ് സ്റ്റെപ്പ് ദ ക്വസ്റ്റ്യൻ ഈസ് കൺവേർട്ടഡ് ടു എഫ് ഓഫ് ഡി ഇൻറ്റു y ഇസ് ഈക്വൽ ടു 0. വാട്ട് ഈസ് ഓക്സിലറി ഇക്വേഷൻ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എഫ് ഓഫ് ഡി ഒക്കെ ഒന്ന് എഴുതി പോകാം. ഹിയർ എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് എന്താണ്, ഡി സ്ക്വയർ പ്ലസ് 5d പ്ലസ് എന്താണ് 6. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓക്സിലറി ഇക്വേഷൻ ഷോർട്ട് ഫോം ഇതാണ്, എ എന്ന് എഴുതാം. എഫ് ഓഫ് എം ഇസ് ഈക്വൽ ടു 0. ഓക്സിലറി ഇക്വേഷൻ എന്താണ്, എഫ് ഓഫ് എം ഈക്വൽ ടു 0. ഇപ്പൊ ഡി മാറ്റി എം ആക്കിയിട്ട് ഈക്വൽ ടു 0 എടുത്താൽ മതി. ഇപ്പൊ എന്ത് വരും, എം സ്ക്വയർ പ്ലസ് 5m പ്ലസ് 6 ഈക്വൽ ടു എന്താണ്, 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യാം, അല്ലെങ്കിൽ സം ആൻഡ് പ്രോഡക്റ്റ് എടുക്കാം, അല്ലെങ്കിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ചെയ്യാം. യുവർ ചോയ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ കോഎഫിഷ്യന്റ് അടിച്ചു കൊടുത്ത് ആൻസർ കിട്ടും. ഇത്രയും വഴികളുണ്ട് നിങ്ങളുടെ മുന്നിൽ. ഏറ്റവും എളുപ്പം കാൽക്കുലേറ്ററിന്റെ വഴിയാണ്. ഓക്കെ, എനിവേസ് ഞാൻ ഇത് സോൾവ് ചെയ്ത് കാണിക്കും. കാരണം പിന്നീട് അങ്ങോട്ടുള്ള ഗേറ്റ് എക്സാം പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് പോകുമ്പോൾ ഈ കോഎഫിഷ്യന്റ് അടിക്കുന്ന പരിപാടി നടക്കത്തില്ല. ഒരു വെർച്വൽ കാൽക്കുലേറ്റർ ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ലോഗരിതമിക് സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മാനുവൽ ആയിട്ട് ഇത് എന്ത് ചെയ്യും, എല്ലാം സോൾവ് ചെയ്ത് കാണിക്കും. ഓക്കെ, സോ അപ്പൊ നമുക്ക് സം ആൻഡ് പ്രോഡക്റ്റ് എടുക്കാം. സം എന്ന് പറയുന്നത് എന്താണ്, എമ്മിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള 5. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എം സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇൻറ്റു കോൺസ്റ്റന്റ് 1 ഇൻറ്റു 6 6. നമ്പേഴ്സ് ഏതൊക്കെയാണ്, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 5 വരണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 വരണം. നമ്പേഴ്സ് 2ഉം 3ഉം. സംശയമുണ്ടോ? 2 3 ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടുന്നുണ്ട്,
മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടുന്നുണ്ട്. ഇനി ഇവരെ വെച്ച് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ എന്ത് വരും? m+2 ഇൻറ്റു m+3 ഈക്വൽ ടു 0. അവിടെ നിന്ന് കിട്ടും a ഇൻറ്റു b 0 ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ a 0 ആവണം, അല്ലെങ്കിൽ b 0 ആവണം, ഒന്നില്ലെങ്കിൽ m+2 0 ആവണം, അല്ലെങ്കിൽ m+3 0 ആവണം. ഇവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും? m ഈസ് ഈക്വൽ ടു -2. ഇവിടെ നിന്ന് എന്ത് കിട്ടും? m ഈക്വൽ ടു -3. റൂട്ട്സ് നോക്കിയേ, റിയൽ ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലെ? റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് ഫസ്റ്റ് കേസ്. ഈക്വൽ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഈക്വൽ റൂട്ടിന്റെ കൺസെപ്റ്റ് ചെയ്തേനെ. കോംപ്ലക്സ് ആയിരുന്നെങ്കിൽ കോംപ്ലക്സ് റൂട്ടിന്റെ കൺസെപ്റ്റ് ചെയ്തേനെ. ഇത് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ സൊല്യൂഷൻ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് കൺസെപ്റ്റ് ഇവിടെ ചെയ്യാൻ. സോ y is equal to complementary function is equal to y is equal to cf is the solution. So y is equal to cf is equal to c1 e raised to m1x. m1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൂട്ട് -2x പ്ലസ് c2 e raised to n2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റൂട്ട് -3x. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. c1 e raised to -2x പ്ലസ് c2 e raised to -3x. ഈ -2ന്റെ പ്ലേസിൽ -3 എഴുതിയെന്ന് പറഞ്ഞ ഒരു പ്രശ്നമില്ല. അതായത് ഈ -2 -3 അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആയി പോയെന്ന് പറഞ്ഞ പ്രശ്നമില്ല. ഇപ്പൊ ചിലര് ആദ്യം എഴുതുന്നത് m ഈക്വൽ ടു -3 ആയിരിക്കും, രണ്ടാമതായിരിക്കും ഒരുപക്ഷെ m ഈക്വൽ ടു -2 എഴുതുന്നത്. അതായത് ഈ 2 3 എന്ന് എഴുതിയതിന് പകരം ചിലർക്ക് ആദ്യം എങ്ങനെ ആയിരിക്കും തോന്നുക? 3 2 എന്ന് എഴുതാനായിരിക്കും തോന്നുക. അപ്പൊ അതനുസരിച്ച് ഇത് മാറി വരും. അപ്പൊ അത് മാറുന്നതിനൊന്നും പ്രശ്നമില്ല, സൊല്യൂഷൻ ഒരു വ്യത്യാസമില്ല, എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. സോ അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. കഴിഞ്ഞ പ്രോബ്ലം പോലെ സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോൾവ് d² by dx² - 4 into dy by dx plus 13y is equal to എന്താണ്? 0. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്യണം? d by dx ന് പകരം ക്യാപിറ്റൽ D സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും? d² വരും. d² by dx² എന്ന് പറയുമ്പോൾ d²y - 4dy പ്ലസ് എന്താണ്? 13y is equal to 0. സംശയം വല്ലതും ഉണ്ടോ? ഒരു സംശയം വരാൻ ചാൻസ് ഇല്ല. d by dx ന് d കൊടുത്തു, d² by dx² ന് d² കൊടുത്തു, ബാക്കി y എല്ലാം അതേപോലെ തന്നെ കിട്ടും. ഓക്കെ, ഇനി എനിക്ക് y പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? d² - 4d പ്ലസ് എന്താണ്? 13 ഇൻറ്റു y is equal to എന്താണ്? 0. ഇപ്പൊ f of d ഇൻറ്റു y is equal to 0 എന്നുള്ള ഫോർമാറ്റിലേക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ കൺവേർട്ടഡ് ആയിട്ടുണ്ട്. ഹിയർ അപ്പൊ നമ്മുടെ f of d എന്ന് പറയുന്നത് എന്താണ്? d² - 4d പ്ലസ് എന്താണ്? 13. ശരിയാണല്ലോ. f of m is equal to 0 ആണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. അതനുസരിച്ച് d കാണുന്നിടത്ത് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും? m² - 4m plus 13 is equal to 0 is the auxiliary equation. അപ്പൊ ആദ്യം ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എഴുതുന്നത്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം തൊട്ട് ഞാൻ ഇവിടെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് ചാടും കേട്ടോ. m² - 4m plus 13 is equal to 0 ആണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. ഇതിന്റെ റൂട്ട്സ് എങ്ങനെ കണ്ടുപിടിക്കും? സം -4 പ്രോഡക്റ്റ് 13. രണ്ട് നമ്പേഴ്സ് പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമുക്ക്? സം -4 കിട്ടണം, പ്രോഡക്റ്റ് 13 കിട്ടണം. ഇല്ല, രണ്ട് നമ്പേഴ്സ് നമുക്ക് പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. പ്രോഡക്റ്റ് 13 ആയതുകൊണ്ടാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ 13 1 ചൂസ് ചെയ്താലും നമുക്ക് സം ഒന്നും ഒരിക്കലും -4 കിട്ടില്ല. അപ്പൊ ആ പരിപാടി നടക്കത്തില്ല. സോ അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് b² - 4ac/2a വെച്ച് പോവാം. ഒന്നില്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ കോഎഫിഷ്യൻസ് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ എന്തായാലും എല്ലാ പ്രോബ്ലം മാനുവലായിട്ട് ചെയ്ത് കാണിക്കും എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം പിന്നീട് കോമ്പറ്റീറ്റീവ് എക്സാംസിന് വളരെയധികം റിക്വയർഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ തന്നെ ചെയ്ത് കാണിക്കും. എങ്ങനെ നമുക്ക് ഒരു കാൽക്കുലേറ്ററിന്റെയും സഹായം ഇല്ലാതെ സൊല്യൂഷനിലേക്ക് വരാം എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും ചെയ്ത് കാണിക്കും. ദെൻ സമ്മും പ്രോഡക്റ്റും എടുത്ത് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെ പോവാം? -b പ്ലസ് ഓർ മൈനസ് റൂട്ട് b² - 4ac/2a വെച്ച് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യാം. അപ്പം -b പ്ലസ് ഓർ മൈനസ് നിങ്ങൾ ഈ കാണുന്ന 100% സ്റ്റുഡൻസിന് അറിയാമെന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റിംഗ് സ്ക്വയർ ചിലരൊക്കെ മറന്നു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അവരെ അതൊന്ന് ഓർമ്മപ്പെടുത്താം. കാരണം പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യം വരും. ഈ സെമസ്റ്ററിലല്ല, അടുത്ത സെമസ്റ്ററിലായാലും നിങ്ങൾക്ക് അത് ആവശ്യം വരും. ഓക്കെ, കംപ്ലീറ്റിംഗ് സ്ക്വയർ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് m² കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. കംപ്ലീറ്റിംഗ് സ്ക്വയർ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1-2 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് m² കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. ഹിയർ 1 ആണ്. പിന്നെ അത് 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും? m² - 4m ഈക്വൽ ടു -13 വരും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് m² - 4m അതേപോലെ തന്നെ എഴുതുക. എന്നിട്ട് എമ്മിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക. ആഡിങ് കോഎഫിഷ്യന്റ് ഓഫ് x/2 the whole square on both sides of the equations എന്ന് പറഞ്ഞാണ് കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ്
നിങ്ങൾ എക്സിന്റെ ടേംസിൽ പഠിച്ചിട്ടുള്ളത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0, എ നോട്ട് ഈക്വൽ ടു 0, ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ പൊതുരൂപം, ജനറൽ ഫോം ഓഫ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് എമ്മിന്റെ കോയിഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. ഹിയർ എമ്മിന്റെ കോയിഫിഷ്യന്റ് എന്താണ്, -4. -4ന്റെ പകുതി എന്താണ്, -2. -2ന്റെ സ്ക്വയർ എന്താണ്, +4. അപ്പൊ +4 നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്തു, സെയിം സാധനം റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യണം. -13 എന്താണ്, +4. സംശയമൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ? തീർച്ചയായിട്ടും 100% ലെഫ്റ്റ് സൈഡ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുണ്ടാവും. അതായത് ആ പെർഫെക്റ്റ് സ്ക്വയർ എഴുതാൻ അറിയാത്തവർക്ക് അത് എഴുതാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. ഫസ്റ്റ് കിടക്കുന്ന ആളുടെ റൂട്ട്, m²ന്റെ റൂട്ട് എന്താണ്, m. സെക്കൻഡ് കിടക്കുന്ന ആളുടെ സൈൻ, 4mന്റെ സൈൻ എന്താണ്, -. തേർഡ് കിടക്കുന്ന ആളുടെ റൂട്ട്, 4ന്റെ റൂട്ട് എന്താണ്, 2. ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഇത് എപ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കും. അല്ലാതെ തന്നെ നമുക്ക് കണ്ടു പറയേണ്ടതാണ് ഇത് m-2 ഹോൾ സ്ക്വയർ ആണെന്ന്. അങ്ങനെ തോന്നാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വഴിയാണ് പറഞ്ഞത്. ഫസ്റ്റ് കിടക്കുന്ന ടേമിന്റെ റൂട്ട്, സെക്കൻഡ് കിടക്കുന്ന ടേമിന്റെ സൈൻ, തേർഡ് കിടക്കുന്ന ടേമിന്റെ റൂട്ട് ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. 100% എല്ലാ കേസിലും ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു -13 + 4 എന്താണ്, -9. -13 + 4 എന്താണ്, -9. ഓക്കെ. Then m-2 is equal to റൂട്ട് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, റൂട്ട് -9 എന്താണ്, ± 3i. സോ m is equal to എന്ത് കിട്ടും എനിക്ക്, 2 ± 3i കിട്ടും. m is equal to എന്താണ്, -2 ഇപ്പുറത്ത് വരുമ്പോൾ 2 ± 3i. ഈ രീതിയിൽ എനിക്ക് m ന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. Then comparing with the general form, നമ്മൾ പഠിച്ച ജനറൽ ഫോം എന്താണ്, m1 ± m2i ആയിട്ട് കമ്പയർ ചെയ്യുക. സോറി, കഴിഞ്ഞ ചാപ്റ്ററിന്റെ ഓർമ്മയിൽ i വരുമ്പോഴൊക്കെ ക്യാപ്പ് ആണ് പെട്ടെന്ന് വരുന്നത്, i. ഓക്കെ, ഇപ്പൊ m1 2 ആണ്, m2 എന്ന് പറയുന്നത് എന്താണ്, 3. സോ m1 2 ആണ്, m2 3 ആണ്. പക്കയാണ്. ദെൻ ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ പഠിച്ചു. y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ is equal to e raised to m1x into c1 cos m2x plus c2 sin m2x. ഇതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. സൊല്യൂഷൻ കുറച്ചു മുമ്പ് പഠിച്ചേ ഉള്ളൂ. സോ e raised to m1 ന്റെ പ്ലേസിൽ 2 കൊടുക്കാം, 2x into c1 cos, m2 ന്റെ പ്ലേസിൽ 3 കൊടുക്കാം, 3x plus c2 sin, m2 ന്റെ പ്ലേസിൽ 3 കൊടുക്കാം, 3x. സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. This is the solution of the given ordinary homogeneous differential equation. Okay. അപ്പം ഈ രീതിയിൽ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനെ ഏത് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാം, -b ± √b² - 4ac വെച്ച് സോൾവ് ചെയ്യാം. അങ്ങനെ കൂടെ ഒന്ന് സോൾവ് ചെയ്ത് കാണിക്കാം. m is equal to -b എന്ന് പറയുമ്പോൾ -4 ± √b² എന്ന് പറയുമ്പോൾ -4ന്റെ സ്ക്വയർ +16 4 × 1 × 13, ശരിയല്ലേ? 4 × 1 × 13 4ac ഡിവൈഡഡ് ബൈ എന്താണ്, 2a. 2 × 1 എന്ന് പറയുന്നത് എന്താണ്, 2. -4 എന്താണ്, +4 ± √16 -3 4 12ന്റെ 2 ശിഷ്ടം 1 4 1 5 ഡിവൈഡഡ് ബൈ എന്താണ്, 2. സോ ദിസ് ഈസ് ഈക്വൽ ടു 4 ± √2ന്ന് 6 പോയില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 12ന്ന് 6 പോയാൽ 6, ഇവിടെ നിന്ന് 1 ഇങ്ങോട്ട് പോയി, ഇവിടെ നിന്ന് 1 ഇങ്ങോട്ട് പോകുമ്പോൾ 4, 4ൽ നിന്ന് 1 പോയാൽ 3 ഡിവൈഡഡ് ബൈ എന്താണ്, 2. വലുത് 52 ആയതുകൊണ്ട് നമ്മൾ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കണം. ദാറ്റ് ഈസ് -36 ആണ് അകത്ത് വരുന്നത് കേട്ടോ, -36. സോ ദിസ് ഈസ് ഈക്വൽ ടു 4 ± √(-36) എന്താണ്, 6i/2. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 4/2 ± 6i/2, ദാറ്റ് ഈസ് 2 ± 3i എന്ന് കിട്ടും. സെയിം സൊല്യൂഷൻ അല്ലേ, 2 ± 3i, 2 ± 3i. ഇപ്പൊ ഇങ്ങനെ കംപ്ലീറ്റിംഗ് സ്ക്വയർ ബുദ്ധിമുട്ടുള്ളവർ -b ± കൂടെ പോവുക. ഒന്നും പറ്റാത്തവർ കാൽക്കുലേറ്ററിൽ കോയിഫിഷ്യന്റ് അടിച്ചെങ്കിലും കണ്ടുപിടിക്കുക. ഓക്കെ. എനിവേസ് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിച്ചാലും കാൽക്കുലേറ്ററിൽ കോയിഫിഷ്യന്റ് അടിച്ച് ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് റെക്കമെൻഡഡ്. ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്, കാരണം കിട്ടിയ ശരിയാണോ അല്ലെന്ന് അപ്പൊ തന്നെ അറിയാമല്ലോ. ഓക്കെ. സോ അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോൾവ് y ഡബിൾ ഡാഷ് + 4y ഡാഷ് + 4y = 0. നമുക്കറിയാം y ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, നൊട്ടേഷൻസ് പഠിപ്പിച്ചല്ലേ, d²y/dx² ആണ്. +4 × y ഡാഷ് എന്ന് പറയുന്നത് dy/dx ആണ്. +4y = എന്താണ്, 0. നെക്സ്റ്റ് സ്റ്റെപ്പിൽ d/dx ക്യാപിറ്റൽ D കൊടുക്കുമ്പോൾ എന്ത് വരും, d²y + 4 × dy + 4y = 0. എല്ലായിടത്തും y പുറത്തെടുക്കുമ്പോൾ d² + 4d + 4 × y = 0. ഓക്സിലറി ഇക്വേഷൻ അടുത്ത സ്റ്റെപ്പിൽ അങ്ങ് എഴുതിക്കോട്ടെ, d മാറ്റി m ആക്കണം. m² + 4m +
4 equal to 0. ഇതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. ഓക്കെ, സോ ഇതെന്താണ്? എം സ്ക്വയർ പ്ലസ് 4m പ്ലസ് 4 എന്ന് പറയുന്നത് സിംപ്ലി എന്താണ്? m+2 ഹോൾ സ്ക്വയർ ആണ്. m+2 ഹോൾ സ്ക്വയർ ആണ്. ഇങ്ങനെ തോന്നിയില്ലെങ്കിൽ നിങ്ങൾ അല്ലാതെ സോൾവ് ചെയ്തെടുത്തോ, -2 കിട്ടും എന്തായാലും സൊല്യൂഷൻ. എനിക്ക് അങ്ങനെ തോന്നിയത് കൊണ്ട് ഞാൻ m+2 ഹോൾ സ്ക്വയർ എന്ന് ഇടുന്നു. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് m സ്ക്വയർ പ്ലസ് m ഇൻറ്റു 2 ഇൻറ്റു m ഇൻറ്റു 2 4m കിട്ടും. 2 സ്ക്വയർ 4 കിട്ടും. a പ്ലസ് ബി ഹോൾ സ്ക്വയർ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ വെച്ച് സംശയം ഉണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത് m+2 സ്ക്വയർ ആണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടു. നിങ്ങൾക്ക് സപ്പോസ് അത് തോന്നിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒന്നുകിൽ കാൽക്കുലേറ്റർ കോഎഫിഷ്യന്റ് അടിക്കുക, അല്ലെങ്കിൽ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a ചെയ്യുക, അല്ലെങ്കിൽ ഈ ടേമിനെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ചെയ്യുക. എനിവേസ് യുവർ ചോയ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ദെൻ m+2 സ്ക്വയർ ഈക്വൽ ടു 0. അവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും? ഇപ്പൊ a സ്ക്വയർ എന്ന് പറഞ്ഞാൽ a ഇൻറ്റു എന്ന് എഴുതാമല്ലോ. അപ്പൊ അതനുസരിച്ച് m+2 ഇൻറ്റു m+2 എന്ന് എഴുതാം. ശരിയല്ലേ? x സ്ക്വയർ എന്ന് പറഞ്ഞാൽ x ഇൻറ്റു x എന്ന് എഴുതാം. സോ അതനുസരിച്ച് സെപ്പറേറ്റ് 0 ടിക്കറ്റ് ചെയ്യുമ്പോൾ m+2 ഈക്വൽ ടു 0, m+2 ഈക്വൽ ടു 0. ഇവിടുന്ന് m ഈക്വൽ ടു എനിക്ക് -2 കിട്ടും. ഇവിടുന്ന് എനിക്ക് m ഈക്വൽ ടു എന്ത് കിട്ടും? -2. സോ അപ്പൊ നമുക്ക് രണ്ട് റൂട്ട്സ് കിട്ടി. കിട്ടിയ രണ്ട് റൂട്ട്സ് എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ എല്ലാ കേസസും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആദ്യം നമ്മൾ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഒരെണ്ണം ചെയ്തു, തൊട്ട് മുമ്പേ നമ്മൾ ഒരു കോംപ്ലക്സ് ചെയ്തു. ഇനി ഈക്വൽ റൂട്ടിന്റെ ഒരെണ്ണം. ഓക്കെ, ഈക്വൽ റൂട്ട് വരുമ്പോൾ എന്താണ്? y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ് സൊല്യൂഷൻ. സോ y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താണ്? c1 plus c2x into c1 plus c2x into e raised to m1x അല്ലേ? റൂട്ട് പഠിച്ചല്ലേ? m1 എന്ന് പറയുന്നത് എന്താണ്? ഹിയർ -2x. c1 plus c2x into e raised to എന്താണ്? -2x. റൂട്ട്സ് ഓർമ്മയുണ്ടോ? പെട്ടെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം. റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ c1 e raised to m1x plus c2 e raised to m2x. ഈക്വൽ ആണെങ്കിൽ c1 plus c2x into e raised to m1x. ദിസ് കേസ് c1 plus c2x into e raised to -2x. കോംപ്ലക്സ് ആണെങ്കിൽ e raised to m1x into c1 cos m2x plus c2 sin m2x. ഓക്കെ, മൂന്ന് കേസസ് ആണ് പഠിക്കാനുള്ളത്. ഇവിടെ 3 റൂട്ട്സ് വരുന്ന കേസ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു. സോ നമുക്ക് നേരെ വളരെ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. 2 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്ത് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? d/dx മാറ്റി ക്യാപിറ്റൽ D ആക്കണം. റൈറ്റ് സൈഡ് 0 ആണ്, ഹോമോജീനിയസ് ആണെന്ന് മനസ്സിലായി. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. d/dx ക്യാപിറ്റൽ D കൊടുക്കണം. d2y minus 3dy plus 2y is equal to 0. y പുറത്തെടുത്താൽ d² minus 3d plus 2 into y is equal to 0 എന്ന് വരും. ഓക്കെ, ഓക്സിലറി ഇക്വേഷൻ d മാറ്റി m ആക്കിയാൽ മതി. m² minus 3m plus 2 equal to 0. അതായത് ഇതാണ് f of d, f of m equal to 0 ആണ് ഓക്സിലറി ഇക്വേഷൻ. സമ്മും പ്രോഡക്റ്റ് എടുക്കാം. സമ്മ് -3, m ന്റെ കോഎഫിഷ്യന്റ്, പ്രോഡക്റ്റ് m² ന്റെ കോഎഫിഷ്യന്റ് ഇൻറ്റു കോൺസ്റ്റന്റ് ടേം 1 into 2 2. നമ്പേഴ്സ് ഏതൊക്കെയാണ്? -1 ഉം -2 ഉം. ശരിയല്ലേ? -1 -2 ആഡ് ചെയ്യുമ്പോൾ -3 കിട്ടും, മൾട്ടിപ്ലൈ ചെയ്താൽ +2 കിട്ടും. സോ ഇത് വെച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ m-1 into m-2 ഈക്വൽ ടു 0. ഇവിടുന്ന് എനിക്ക് m ഈക്വൽ ടു 1 കിട്ടും, ഇവിടുന്ന് എനിക്ക് m ഈക്വൽ ടു 2 കിട്ടും. സെപ്പറേറ്റ്ലി 0 ആയിട്ട് ഗെറ്റ് ചെയ്യുമ്പോൾ m-1 ഈക്വൽ ടു 0 ന് m ഈക്വൽ ടു 1 കിട്ടും, m-2 ഈക്വൽ ടു 0 ന് m ഈക്വൽ ടു 2 കിട്ടും. സോ അപ്പൊ എനിക്ക് എന്ത് കിട്ടി? രണ്ടും റിയൽ ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ എന്താണ്? y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ is equal to c1 e raised to m1x എന്ന് പറഞ്ഞാൽ 1x എന്ന് പറഞ്ഞാൽ x plus c2 e raised to m2x എന്ന് പറഞ്ഞാൽ 2x. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? d2y by dx² ആണ്. പ്ലസ് y ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? dy by dx minus 6y is equal to 0. പുട്ട് d by dx equal to എന്താണ്? ക്യാപിറ്റൽ D. ചുമ്മാ എഴുതിയാണ് കേട്ടോ. സോ അപ്പോൾ എന്ത് വരും? d² y plus d² y plus dy minus 6y is equal to 0. y പുറത്തെടുക്കുമ്പോൾ d² plus d minus 6 into y is equal to 0. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് f of d. d മാറ്റി m ആക്കുമ്പോൾ m² plus m minus 6 equal to 0. സോ സം എന്ന് പറയുന്നത് 1, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -6. ശരിയല്ലേ? m ന്റെ കോഎഫിഷ്യന്റ് സം, പ്രോഡക്റ്റ് m² ന്റെ കോഎഫിഷ്യന്റ് ഇൻറ്റു കോൺസ്റ്റന്റ് ടേം. നമ്പേഴ്സ് എന്ന് പറയുന്നത് 3 ഉം 2 ആണ് 6 വരുന്ന കേസിൽ, -2. ഓക്കെ, 3 ഉം -2, 3 -2 1 കിട്ടും, 3 into -2 -6 കിട്ടും. സോ m plus 3 into m minus 2 equal to 0 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് m ന്റെ വാല്യൂ -3 കിട്ടും, ഹിയർ m ന്റെ വാല്യൂ എനിക്ക് +2 കിട്ടും. സെപ്പറേറ്റ്ലി 0 ആയിട്ട് ടിക്കറ്റ് ചെയ്യുമ്പോൾ. ശരിയല്ലേ? m plus 3 equal to 0 എന്ന് പറഞ്ഞാൽ m equal to -3, m minus 2 equal to 0 എന്ന് പറഞ്ഞാൽ m equal to 2. റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് അപ്പുറത്തെ പോലെ തന്നെ. സോ y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ is equal to c1 e raised to
minus 3x plus c2 e raised to 2x. സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. c1 e raised to minus 3x plus c2 e raised to 2x. അപ്പം രണ്ട് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് നേരെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. സോ അപ്പോൾ നമുക്ക് നേരെ അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് ബോർഡിൽ തെളിഞ്ഞു കഴിഞ്ഞു. അതിന്റെ പരിപാടി നോക്കാം. സോ y ഡബിൾ ഡാഷ് എല്ലാം സോൾവ് ചെയ്യാനാണ് കേട്ടോ. എല്ലാം ക്വസ്റ്റ്യൻ എല്ലാം സെയിം തന്നെയാണ്. സോൾവ് ദി ഹോമോജീനിയസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യനും. സോ y ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ എന്തോരും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു വൈ ഡാഷ് എന്ന് പറയുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 25y ഇസ് ഈക്വൽ ടു എന്താണ് 0. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡി ബൈ ഡി എക്സിന് ക്യാപിറ്റൽ ഡി കൊടുക്കുമ്പോൾ ഡി സ്ക്വയർ വൈ പ്ലസ് 10 dy പ്ലസ് 25y ഇസ് ഈക്വൽ ടു 0. y എല്ലായിടത്തും നിന്ന് പുറത്തെടുക്കുമ്പോൾ ഡി സ്ക്വയർ പ്ലസ് 10d പ്ലസ് 25 ഇൻറ്റു y ഇസ് ഈക്വൽ ടു 0. സോ ഇതാണ് നമ്മുടെ എന്ത് ഇക്വേഷൻ? എഫ് ഓഫ് ടി ഇൻറ്റു വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ. ഹിയർ എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് ഡി സ്ക്വയർ പ്ലസ് 10d പ്ലസ് 25 ആണ്. എഫ് ഓഫ് എം എന്ന് പറയുമ്പോൾ എം സ്ക്വയർ പ്ലസ് 10m പ്ലസ് 25. എഫ് ഓഫ് എം ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. സോ ദിസ് ഈസ് ദി ഓക്സിലറി ഇക്വേഷൻ. അപ്പൊ നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇതെന്താണ് ശരിക്കും? എം പ്ലസ് 5 സ്ക്വയർ ആണ്, ശരിയല്ലേ? എം പ്ലസ് 5 ഹോൾ സ്ക്വയർ ആണ്. സംശയം ഉണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയോ. എം സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എം ഇൻറ്റു 5 10m പ്ലസ് 5 സ്ക്വയർ എന്നാണ് 25. അപ്പൊ ഇങ്ങനെ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് തന്നെ ചെയ്തോ. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ഉത്തരം കിട്ടും. -5 -5 എന്ന് പറഞ്ഞ ഉത്തരം കിട്ടും. സോ എം പ്ലസ് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എം പ്ലസ് 5 ഇൻറ്റു എം പ്ലസ് 5 ഇസ് ഈക്വൽ ടു എന്താണ് 0. അവിടുന്ന് എം ഈക്വൽ ടു -5 -5. രണ്ട് റൂട്ട്സ് എന്താണ് സെയിം ആയിട്ടാണ് കിട്ടുന്നത്. ഈക്വൽ റൂട്ട് കൺസെപ്റ്റ്. എന്താണ് ഈക്വൽ റൂട്ട് കൺസെപ്റ്റ്? നമ്മുടെ സൊല്യൂഷൻ എന്താണ്? y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ is equal to c1 plus c2x into e raised to minus 5x. c1 plus c2x into e raised to m1x. അതാണ് ഈക്വൽ റൂട്ട് വരുമ്പോൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ആയി. അടുത്തത് ഇതെന്ത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 5y is equal to 0. ഡി ബൈ ഡി എക്സിന് ക്യാപിറ്റൽ ഡി കൊടുക്കുമ്പോൾ ഡി സ്ക്വയർ വൈ മൈനസ് 4 dy പ്ലസ് 5y is equal to 0. y പുറത്തെടുക്കുമ്പോൾ ഡി സ്ക്വയർ മൈനസ് 4d പ്ലസ് 5 ഇൻറ്റു y is equal to 0. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി മാറ്റി എം ആക്കിയാൽ മതി. എം സ്ക്വയർ മൈനസ് 4m പ്ലസ് 5 is equal to 0. സം മൈനസ് 4 പ്രോഡക്റ്റ് 5. നമ്പേഴ്സ് പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റില്ല. സം -4ഉം പ്രോഡക്റ്റ് 5 ആയതുകൊണ്ട് നമ്പേഴ്സ് പെട്ടെന്ന് കിട്ടില്ല. നമ്പേഴ്സ് കിട്ടാത്തപ്പോൾ നമുക്ക് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ചെയ്യാം അല്ലെ? മിക്കവാറും അത് കോംപ്ലക്സ് റൂട്ട് ആയിരിക്കും. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ഓൾറെഡി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചല്ലോ, എങ്കിൽ അത് തന്നെ ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ വേണ്ട, ഇത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ആയിക്കോട്ടെ. എം ഇസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ -4ന്റെ സ്ക്വയർ 16 - 4ac 4 × 1 × 5 20 ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുമ്പോൾ 2 × 1 2, that is 4 plus or minus root of 16 - 20 - 4 by 2. So this is equal to 4 plus or minus root of -4 എന്ന് പറയുന്നത് 2i divided by 2 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 4 by 2 plus or minus 2i by 2 എന്ന് വരും. that is 2 plus or minus i. ശരിയല്ലേ? കമ്പയറിംഗ് വിത്ത് m1 plus or minus i. എനിക്ക് വേണമെങ്കിൽ i1 എന്ന് എഴുതാമല്ലോ. im2 m1 plus or minus im2. m1 എന്ന് പറയുന്നത് 2, m2 എന്ന് പറയുന്നത് 1. സോ അപ്പോൾ നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്താണ്? y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ is equal to e raised to m1x, that is 2x into c1 cos m2x. m2 1x ആണ്, 1x x തന്നെയാണ്, plus c2 sin m2x. m2 1 ആണ്, 1x എന്ന് പറഞ്ഞാൽ x തന്നെ. So the solution is e raised to 2x into c1 cos x plus c2 sin x. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ചെയ്ത് നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ വരണം. സോ അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് നേരെ ഇത്രയും നേരം നമ്മൾ ചെയ്തതെല്ലാം സെക്കൻഡ് ഡിഗ്രി കേസ് ആയിരുന്നു. ഒരു സെക്കൻഡ് ഡിഗ്രിയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ തേർഡ് ഡിഗ്രിയിലോട്ട് ചാടിക്കയറാം. സോ അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോ അപ്പോൾ നമ്മൾ എല്ലാ ടൈപ്പും ആയെന്ന് തോന്നുന്നു അല്ലേ? എല്ലാ ടൈപ്പ് ആയിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇത്രയും നേരം സെക്കൻഡ് ഡിഗ്രിയിൽ കിടന്നുള്ള കളിയായിരുന്നു. ഇനി നമുക്ക് തേർഡ് ഡിഗ്രിയിലോട്ട് കയറണം. അപ്പോൾ അവിടെ നമുക്ക് പെട്ടെന്ന് റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് ഒരു മെത്തേഡൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. സിന്തറ്റിക് ഡിവിഷൻ എന്നൊക്കെ പറയും. ആ മെത്തേഡ് വെച്ച് നമുക്ക് റൂട്ട്സ് കണ്ടുപിടിക്കാം. നിങ്ങൾ എക്സാമിന് എന്ത് ചെയ്താൽ മതി? കാൽക്കുലേറ്ററിൽ കോഎഫിഷ്യൻസ് അടിച്ച് കണ്ടുപിടിച്ചാൽ മതി. അത്രയും ബുദ്ധിമുട്ടി ചെയ്യണമെന്ന് ഞാൻ പറയില്ല, എങ്കിലും ഞാൻ മാനുവലി എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരും. കാരണം ഗേറ്റ് എക്സാം പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് അത് എക്സ്ട്രീംലി റിക്വയർഡ് ആയതുകൊണ്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ച് ഒരു റൂട്ട് കണ്ടുപിടിച്ചിട്ട് സിന്തറ്റിക് ഡിവിഷൻ വെച്ച് ബാക്കി രണ്ട് റൂട്ട്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. സോ
ഇത് നമുക്ക് സെക്കൻഡ് ഡിഗ്രി ആണ്. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? ഡി ബൈ ഡി എക്സിന് ക്യാപിറ്റൽ ഡി കൊടുക്കണം. ഡി സ്ക്വയർ വൈ മൈനസ് 6 dy പ്ലസ് 25y ഇസ് ഈക്വൽ ടു 0. y പുറത്തെടുത്താൽ ഡി സ്ക്വയർ മൈനസ് 6d പ്ലസ് 25 ഇൻറ്റു y ഇസ് ഈക്വൽ ടു 0. ഓക്സിലറി ഇക്വേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ ഡി മാറ്റി എം ആക്കിയാൽ മതി. എം സ്ക്വയർ മൈനസ് 6m പ്ലസ് 25 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, എം സ്ക്വയർ മൈനസ് 6m പ്ലസ് 25 ഇസ് ഈക്വൽ ടു 0. നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് പരിപാടിയൊന്നും നടക്കൂല. മൈനസ് 6ഉം 25ഉം ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ചെയ്യാം, അല്ലെ കംപ്ലീറ്റ് സ്ക്വയർ ചെയ്യാം. ഞാൻ കംപ്ലീറ്റ് സ്ക്വയർ ഒന്ന് ചെയ്യുവാണേ. എം സ്ക്വയർ മൈനസ് 6m മൈനസ് 25 ഇപ്പുറത്ത് പ്ലസ് 25 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 25. കംപ്ലീറ്റ് സ്ക്വയറിന്റെ കണ്ടീഷൻ എന്താണ്? എം സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. 1 ആയതുകൊണ്ട് ഞാൻ അത് ചെയ്യാൻ തീരുമാനിച്ചു. സോ എം സ്ക്വയർ മൈനസ് 6m, എമ്മിന്റെ കോഎഫിഷ്യന്റ് മൈനസ് 6, മൈനസ് 6ന്റെ പകുതി മൈനസ് 3, മൈനസ് 3യുടെ സ്ക്വയർ പ്ലസ് 9 ആഡ് ചെയ്തു. സോ മൈനസ് 25 എന്താണ്? പ്ലസ് 9. ആദ്യത്തെ ആളുടെ റൂട്ട് എം സ്ക്വയറിന്റെ റൂട്ട് m, 6mന്റെ സൈൻ മൈനസ് 9ന്റെ റൂട്ട് 3 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 25 പ്ലസ് 9 മൈനസ് 16. ഓക്കെ, പെട്ടെന്ന് ചെയ്ത് പോകട്ടെ. ഇത് എം മൈനസ് 3 ഹോൾ സ്ക്വയർ ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാവുന്നവർക്ക് സെറ്റ് ആണ്. അല്ലാത്തവർക്ക് വേണ്ടി എം സ്ക്വയറിന്റെ റൂട്ട് ആദ്യം എഴുതണം, 6mന്റെ സൈൻ എഴുതണം, 9ന്റെ റൂട്ട് എഴുതണം, ഹോൾ സ്ക്വയർ. സോ അപ്പൊ എന്ത് കിട്ടും? എം മൈനസ് 3 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് 16 പ്ലസ് ഓർ മൈനസ് 4i വരും. സോ അവിടുന്ന് എം ഇസ് ഈക്വൽ ടു മൈനസ് 3 പുറത്ത് വരുമ്പോൾ 3 പ്ലസ് ഓർ മൈനസ് 4i വരും. കമ്പയറിംഗ് വിത്ത് m1 പ്ലസ് ഓർ മൈനസ് m2i. m1 എന്ന് പറയുന്നത് എന്താണ്? 3, m2 എന്ന് പറയുന്നത് എന്താണ്? 4. സോ നമ്മുടെ സൊല്യൂഷൻ എന്തായിരുന്നു? y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ is equal to e raised to m1x into c1 cos m2x plus c2 sin m2x. ഇതാണ് നമ്മുടെ ജനറൽ. സോ ദിസ് ഈസ് ഈക്വൽ ടു e raised to m1x ന്റെ പ്ലേസിൽ 3x into c1 cos m2 ന്റെ പ്ലേസിൽ 4x plus c2 sin m2 ന്റെ പ്ലേസിൽ 4x. ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഒരു മാരത്തോൺ റേസ് കഴിഞ്ഞു, വിയർത്ത് കുളിച്ച്. സോ അപ്പൊ നമുക്കിനി തേർഡ് ഡിഗ്രിയുടെ പരിപാടി നോക്കാം. നേരെ നമുക്ക് അതിലോട്ട് കയറാം. സോ അപ്പൊ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് കയറിയിരിക്കുകയാണ്. സോ അപ്പൊ നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ തേർഡ് ഡിഗ്രി ആയിരിക്കും. ഒരു തേർഡ് ഡിഗ്രി ഓക്സിലറി ഇക്വേഷൻ ആയിരിക്കും നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് കാൽക്കുലേറ്ററിൽ കോഎഫിഷ്യൻസ് അടിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ റൂട്ട്സ് കിട്ടും. പക്ഷേ ചില കോമ്പറ്റീറ്റീവ് എക്സാംസിന്റെ കേസിൽ അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയതുകൊണ്ട് ഞാൻ മാനുവലി എങ്ങനെ ചെയ്യാമെന്നുള്ളതും കൂടെ കാണിച്ചു തരും. സോ അപ്പൊ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ കുറച്ച് സ്റ്റെപ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്താണ്? ഡി ബൈ ഡി എക്സിന് ക്യാപിറ്റൽ ഡി കൊടുക്കുമ്പോൾ എന്ത് വരും? ഡി ക്യൂബ് വൈ പ്ലസ് 13 ഇൻറ്റു ഡി സ്ക്വയർ വൈ പ്ലസ് 32 ഡി വൈ പ്ലസ് 20y ഇസ് ഈക്വൽ ടു എന്താണ്? 0. y പുറത്തെടുത്താൽ ഡി ക്യൂബ് പ്ലസ് 13 ഡി സ്ക്വയർ പ്ലസ് 32d പ്ലസ് 20 ഇൻറ്റു എന്താണ്? y ഇസ് ഈക്വൽ ടു 0. ക്ലിയർ? അടുത്ത സ്റ്റെപ്പിൽ ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഓക്സിലറി ഇക്വേഷൻ ഡി മാറ്റി എം ആക്കിയാൽ മതി. എം ക്യൂബ് പ്ലസ് 13m സ്ക്വയർ പ്ലസ് 32m പ്ലസ് 20 ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. ക്ലിയർ? ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മെത്തേഡിനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയും. ചുമ്മാ കുറച്ച് നമ്പേഴ്സ് 1 കൊടുക്കണം, -1 കൊടുക്കണം, 2 കൊടുക്കണം, -2 കൊടുക്കണം, 3 കൊടുക്കണം, -3 കൊടുക്കണം. ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് നമുക്ക് റൈറ്റ് സൈഡ് 0 കിട്ടും. ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കുമ്പോൾ എനിക്ക് RHS 0 കിട്ടും. അങ്ങനെ കിട്ടുന്ന നമ്പറിനെ നമുക്ക് റൂട്ട് എന്ന് വിളിക്കാം. ആ റൂട്ടിന്റെ സഹായത്തോടു കൂടി ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എനിക്ക് ഫോം ചെയ്യാം ബൈ യൂസിങ് സിന്തറ്റിക് ഡിവിഷൻ. ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എനിക്കറിയാം, കാരണം നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. സോ നമ്മളായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എഴുതി ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ കോഎഫിഷ്യന്റ് അടിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. പക്ഷെ കോമ്പറ്റീറ്റീവ് എക്സാംസിന്റെ കേസിൽ അത് നമുക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മെത്തേഡ് കാണിച്ചു തരാം. അപ്പൊ ആദ്യമേ ഞാൻ എമ്മിന് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. 1 കൊടുക്കുന്ന കേസിൽ എനിക്ക് എന്ത് കിട്ടും? 1 പ്ലസ് 13 പ്ലസ് 32 പ്ലസ് 20 എന്ന് കിട്ടും. അതൊരിക്കലും 0 ആകത്തില്ലെന്നറിയാം. കൂടുതൽ സമയം അവിടെ കളയരുത്. എമ്മിന് പകരം -1 കൊടുക്കണം. -1 കൊടുക്കുമ്പോൾ -1ന്റെ ക്യൂബ് എന്താണ്? -1 തന്നെയാണ്. -1ന്റെ സ്ക്വയർ +1 ആണ്. സോ 13 ഇൻറ്റു +1 13, 32 ഇൻറ്റു -1 -32 പ്ലസ് എന്താണ്? 20. സോ ദിസ് ഈസ് ഈക്വൽ ടു 13 - 1 12, -32 + 20 -12 +12 -12 ക്യാൻസൽ. ആൻസർ എന്ത് കിട്ടുന്നുണ്ട്? 0 കിട്ടുന്നുണ്ട്. സോ m is equal to -1 is a root എന്ന് നമുക്ക് പറയാൻ പറ്റും. m is equal to -1 എന്താണ്? നമ്മുടെ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓക്സിലറി ഇക്വേഷന്റെ റൂട്ട് ആണ്. സോ m is equal to -1 is a root. ഇനി ചെയ്യാൻ പോകുന്നത് നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്.
ആ കിട്ടിയ റൂട്ട് ഞാൻ ഇങ്ങനെ എഴുതും, എന്നിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ഒരു വര വരയ്ക്കും, ഇങ്ങനെ ഒരു വര വരയ്ക്കും. കിട്ടിയ റൂട്ട് എഴുതണം ഇവിടെ, എന്നിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ എഴുതാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഉള്ള നമ്മുടെ ഓക്സിലറി ഇക്വേഷന്റെ കോഎഫിഷ്യൻസ് ആണ്. എം ക്യൂബിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1. അത് ഇങ്ങനെ എഴുതണം, എം ക്യൂബ് എഴുതണം, എം സ്ക്വയർ, എം കോൺസ്റ്റന്റ്. ഇത്രയും കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. ഇപ്പൊ സപ്പോസ് ഇപ്പൊ എം സ്ക്വയറിന്റെ ടേം ഇല്ലെങ്കിൽ ഇവിടെ അടുത്ത 0 ആയിരിക്കും വരുന്നത്. ടേം ഉള്ളത് കൊണ്ട് എന്താണ് 13, എമ്മിന്റെ കോഎഫിഷ്യന്റ് എന്താണ് 32, കോൺസ്റ്റന്റ് ടേം എന്താണ് 20. ഓക്കെ, ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ആദ്യത്തെ ആളെ നമ്മൾ അതേപോലെ തന്നെ താഴെ എഴുതണം. എന്നിട്ട് ഇവന്മാരെ തമ്മിൽ ഗുണിക്കണം. -1 × 1 എന്താണ്? -1. അത് ഇവിടെ എഴുതണം. എന്നിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്യണം. 13 + -1 എന്ത് കിട്ടും? 12. എന്നിട്ട് ഇവന്മാരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. -1 × 12 എന്താണ്? -12. എന്നിട്ട് ഇവന്മാരെ തമ്മിൽ ആഡ് ചെയ്യണം. 32 - 12 എന്താണ്? 20. എന്നിട്ട് ഇവന്മാരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. -1 × 20 എന്താണ്? -20. എന്നിട്ട് ഇവരെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0. അത് എപ്പോഴും ഈ അവസാനത്തെ ആൾ എന്തായിരിക്കണം? 0 ആയിരിക്കണം. 100% 0 ആയിരിക്കും നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ. പ്രൊസീജിയർ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യത്തെ നമ്പർ പിടിച്ച് താഴെ ഇടണം, ഇവന്മാരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതണം, ഇവന്മാരെ തമ്മിൽ ആഡ് ചെയ്ത് ഇവിടെ എഴുതണം, ഇവന്മാരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതണം, ഇവന്മാരെ തമ്മിൽ ആഡ് ചെയ്ത് ഇവിടെ എഴുതണം, ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതണം, ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 0 കിട്ടണം. ദാറ്റ് ഈസ് ദ പ്രൊസീജിയർ. ഇപ്പൊ നമുക്ക് കിട്ടിയത് ആദ്യത്തെ ആള് എം സ്ക്വയറിന്റെ കോഎഫിഷ്യന്റും ഇത് എമ്മിന്റെ കോഎഫിഷ്യന്റും ഇത് കോൺസ്റ്റന്റും ആണ്. സോ എന്ത് വരും? എം സ്ക്വയർ എം കോൺസ്റ്റന്റ്. എം സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1, എമ്മിന്റെ കോഎഫിഷ്യന്റ് 12, കോൺസ്റ്റന്റ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് സംഭവം കൺവേർട്ടഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് വേണമെങ്കിൽ അതായത് എം സ്ക്വയർ പ്ലസ് 12m പ്ലസ് 20 ഈസ് ഈക്വൽ ടു 0. ഇനി എനിക്ക് വേണമെങ്കിൽ സമ്മും പ്രോഡക്റ്റും എടുക്കാം. സം എന്ന് പറയുന്നത് 12, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എം സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇൻറ്റു കോൺസ്റ്റന്റ് ടേം ദാറ്റ് ഈസ് 20. നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 10ഉം 2ഉം. ശരിയല്ലേ? ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടും, മൾട്ടിപ്ലൈ ചെയ്താൽ 20 കിട്ടും. സോ അപ്പൊ എന്ത് വരും? m + 10 ഇൻറ്റു m + 2 ഈസ് ഈക്വൽ ടു 0. അവിടുന്ന് എമ്മിന്റെ വാല്യൂ എന്ത് കിട്ടും? -10 കിട്ടും. ഇവിടുന്ന് എമ്മിന്റെ വാല്യൂ എന്ത് കിട്ടും? -2 കിട്ടും. സെപ്പറേറ്റ്ലി 0 ടിക്കറ്റ് ചെയ്യുമ്പോൾ. സോ അപ്പൊ എനിക്ക് 3 റൂട്ട്സ് കിട്ടി. m ഈസ് ഈക്വൽ ടു -1, -2, -1, -2, -10. ഇങ്ങനെ 3 റൂട്ട്സ് കിട്ടി. അപ്പം 3 റൂട്ട്സ് നോക്കിയേ, 3 റൂട്ട്സും റിയൽ ആണ്, 3 റൂട്ട്സും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് c1 e⁻m1x, c2 e⁻m2x plus c3 e⁻m3x. Okay, so y is equal to complementary function is equal to c1 e⁻m1 ന്റെ പ്ലേസിൽ -1x എന്ന് പറഞ്ഞാൽ -x, c2 e⁻m2 എന്ന് പറയുമ്പോൾ -2x plus c3 e⁻m3 എന്ന് പറയുമ്പോൾ -10x. സോ ഇതാണ് നമ്മുടെ റൂട്ട്. c1 e⁻−x, c2 e⁻−2x ആൻഡ് c3 e⁻ എന്താണ്? -10x. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോ അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ d³ y/dx³ -d² y/dx² -4 × dy/dx + 4y = 0. തേർഡ് ഓർഡർ ആണ്. നമ്മുടെ സ്ഥിരം കലാപരിപാടികളൊക്കെ തുടങ്ങാം. d/dx ന് ക്യാപിറ്റൽ D കൊടുക്കുമ്പോൾ d³ y -6d² y -6 ഒന്നും ഇല്ല കേട്ടോ, -d² y -4dy plus 4y = എന്താണ്? 0. ഓക്കെ, ഈ സ്റ്റെപ്പ് എന്തെങ്കിലും സംശയം ഉണ്ടോ? d/dx ന് d³ ആവും, d³ y മൈനസ് d/d എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ D d² y -4dy plus 4y = 0. ഓക്കെ, y പുറത്തെടുക്കുമ്പോൾ d³ -d² -4d plus 4 into y = എന്താണ്? 0. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ m³ -m² -4m plus 4 = 0. m³ -m² -4m plus 4 = 0. സംശയമൊന്നുമില്ലല്ലോ. സിമ്പിൾ ആയിട്ട് നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യണം? ട്രയൽ ആൻഡ് എറർ നോക്കണം. m ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 1 - 1 -4 + 4 -1 + 1 ക്യാൻസൽ, +4 -4 ക്യാൻസൽ, ആൻസർ 0 കിട്ടുന്നുണ്ട്. ശരിയല്ലേ? ആൻസർ 0 കിട്ടുന്നുണ്ട്. അപ്പൊ m = 1 എന്താണ്? നമ്മുടെ ഒരു റൂട്ട് ആണെന്ന് മനസ്സിലായി. ഒരു റൂട്ട് കിട്ടിക്കഴിയുമ്പോൾ ആ റൂട്ട് എഴുതണം. ആ റൂട്ട് നല്ല വൃത്തിക്ക് എഴുതിയിട്ട് ഇങ്ങനെ 2 ലൈൻസ് വരയ്ക്കണം. എന്നിട്ട് എന്താണ്? m² കോഎഫിഷ്യന്റ് 1, ശരിയല്ലേ?
എം സ്ക്വയറിന്റെ എം ക്യൂബിന്റെ കോയിഫിഷ്യന്റ് 1, എം സ്ക്വയറിൻ്റെത് -1. അങ്ങനെ കോയിഫിഷ്യൻസ് നല്ല നീറ്റായിട്ട് എഴുതാം. ആദ്യമേ നമുക്ക് കിട്ടിയ റൂട്ട് എഴുതുക 1, പിന്നെ എം ക്യൂബിന്റെ കോയിഫിഷ്യന്റ്, എം സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ്, എമ്മിന്റെ കോയിഫിഷ്യന്റ്, കോൺസ്റ്റന്റ്. ഇത്ര എഴുതിയതിനു ശേഷം ആദ്യത്തെ ആളെ പിടിച്ച് താഴെ ഇടണം. എന്നിട്ട് 1 into 1 1, -1 + 1 0, 1 into 0 0, -4 + 0 -4, 1 into -4 -4, 4 -4 0. ഓക്കെ, സംശയം വല്ലതും ഉണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, കഴിഞ്ഞ പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെ തന്നെയാണ്. ഈ പ്രൊസീജിയർ ഓക്കെ ആണല്ലോ. ഈ കോയിഫിഷ്യൻസ് ഇങ്ങനെ എഴുതുക. ആദ്യത്തെ റൂട്ട് താഴെ എഴുതണം. 1 into 1 1, -1 + 1 0, 1 into 0 0, -4 + 0 -4, 1 into -4 -4, 4 -4 0. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഇത് എന്തിന്റെ കോയിഫിഷ്യന്റ് ആണ്? എം സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആണ്. സോ 1 m സ്ക്വയർ. ഇത് എമ്മിന്റെ കോയിഫിഷ്യന്റ് ആണ് 0 m. ഇത് കോൺസ്റ്റന്റ് ആണ് -4. ഇത് ഈക്വൽ ടു 0. ഓക്കെ, അതായത് 1 m സ്ക്വയർ എന്ന് പറയുമ്പോൾ m സ്ക്വയർ, 0 m എന്ന് പറയുമ്പോൾ 0, -4 is equal to എന്താണ്? 0. അവിടുന്ന് m സ്ക്വയർ ഈക്വൽ ടു 4 കിട്ടും. m is equal to √4 കിട്ടും. m is equal to +or-2 കിട്ടും. സോ അപ്പൊ എനിക്ക് 3 റൂട്ട്സ് കിട്ടി. m is equal to 1 ഒരു റൂട്ട്, +2 ഒരു റൂട്ട്, -2 ഒരു റൂട്ട്. 3 റൂട്ട്സും റിയൽ ആണ്, 3 റൂട്ട്സും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് കേസ് y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ y is equal to c1 e raised to m1 എന്ന് പറയുമ്പോൾ x plus c2 e raised to m2 എന്ന് പറയുമ്പോൾ 2x plus c3 e raised to m3 എന്ന് പറയുമ്പോൾ -2x. ഓക്കെ, ഇപ്പൊ c1 e raised to x, c2 e raised to 2x, c3 e raised to -2x. സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ട് ഒന്ന് പ്രാക്ടീസ്ഡ് ആയി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സോ അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് y ട്രിപ്പിൾ ഡാഷ് -5y ഡബിൾ ഡാഷ് + 7y ഡാഷ് -3y is equal to എന്താണ്? 0. ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. y ട്രിപ്പിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ d3y dx3, -5 into y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ d2y dx2, +7 into y ഡാഷ് എന്ന് പറഞ്ഞാൽ dy dx, -3y is equal to 0. dy dx ന് ക്യാപിറ്റൽ d കൊടുക്കുമ്പോൾ d3y -5 d2y +7 dy -3y is equal to 0. y പുറത്തെടുക്കുമ്പോൾ d3 -5 d2 +7d -3 into y is equal to 0. ഓക്സിലറി ഇക്വേഷൻ d മാറ്റി m ആക്കണം. m3 -5m² +7m -3 is equal to 0. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ട്രയൽ ആൻഡ് എറർ. m ന് 1 കൊടുക്കണം. m is equal to 1 കൊടുക്കുമ്പോൾ 1 -5 + 7 -3 is equal to -4 + 4 is equal to 0. ശരിയല്ലേ? 1 -5 -4 7 -3 4. സോ m is equal to 1 എന്താണ്? റൂട്ട് ആണ്. സോ ആ കിട്ടിയ റൂട്ട് എഴുതണം. m is equal to 1 റൂട്ട് ആണ്. ദെൻ ഇതേപോലെ രണ്ട് ലൈൻസ് വരയ്ക്കുക. m ക്യൂബിന്റെ കോയിഫിഷ്യന്റ് 1, m സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് -5, m ന്റെ കോയിഫിഷ്യന്റ് 7, കോൺസ്റ്റന്റ് ടേം -3. ഫസ്റ്റിലത്തെ ആളെ താഴോട്ട് പിടിച്ചിടുക. 1 നേരെ താഴെ ഇറങ്ങി. 1 into 1 1, -5 + 1 -4, 1 into -4 -4, 7 -4 എന്ന് പറയുന്നത് എന്താണ്? 3. 1 into 3 എന്ന് പറയുന്നത് 3, -3 + 3 എന്താണ്? 0. അപ്പൊ ലാസ്റ്റ് ടേം തീർച്ചയായിട്ടും 0 കിട്ടിയാൽ നമ്മൾ ചെയ്തത് ശരിയാണെന്ന് ഉറപ്പിക്കാം. സോ അപ്പൊ എന്ത് വരും? ഇത് എന്തിന്റെ കോയിഫിഷ്യന്റ് ആണ്? m സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആണ്. ഇത് m ന്റെ കോയിഫിഷ്യന്റ് ആണ്. ഇത് കോൺസ്റ്റന്റ് ടേം ആണ്. ഈക്വൽ ടു എന്താണ്? 0. കോൺസ്റ്റന്റ് ടേം 3 ഈക്വൽ ടു എന്താണ്? 0. സോ m സ്ക്വയർ -4m പ്ലസ് എന്താണ്? 3 ഈക്വൽ ടു 0. ക്ലിയർ? സം പ്രോഡക്റ്റ് എടുക്കാം. സം -4, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 3. 1 into 3 3. ഓക്കെ, നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3ഉം 1ഉം, -3ഉം -1ഉം. ശരിയല്ലേ? -3 into -1 +3, -3 -1 -4. സമ്മും പ്രോഡക്റ്റും എടുത്തു, നമ്പേഴ്സ് ചൂസ് ചെയ്തു. സോ m -3 into m -1 ഈക്വൽ ടു 0. അവിടുന്ന് m ന്റെ വാല്യൂ 3 കിട്ടും. ഇവിടുന്ന് m ന്റെ വാല്യൂ 1 കിട്ടും. സോ y is equal to 3 റൂട്ട്സ് കിട്ടിയല്ലോ. ഏതൊക്കെയാ 3 റൂട്ട്സ്? ഓൾറെഡി അവിടുന്ന് m ഈക്വൽ ടു 1 ഓൾറെഡി കിട്ടിയായിരുന്നു. ശരിയല്ലേ? m ഈക്വൽ ടു 1 ഓൾറെഡി കിട്ടിയായിരുന്നു. ദെൻ m ഈക്വൽ ടു 3 കിട്ടി. m ഈക്വൽ ടു 1 ഇപ്പൊ കിട്ടി. സോ ഇവിടെ നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം? ഈ രണ്ട് റൂട്ട്സിന്റെ കേസിൽ ഈക്വൽ റൂട്ട് അപ്ലൈ ചെയ്യണം. ഈ റൂട്ടിന്റെ കേസിൽ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് അപ്ലൈ ചെയ്യണം. ഇവിടെ സെയിം റൂട്ട് ആണ്. അപ്പൊ സെയിം റൂട്ട് വരുന്ന കേസിൽ ഈക്വൽ റൂട്ട് അപ്ലൈ ചെയ്യുക. ഒറ്റയ്ക്ക് നിൽക്കുന്ന റൂട്ടിന്റെ അവിടെ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് അപ്ലൈ ചെയ്യുക. സോ y is equal to ഇവിടെ എന്ത് വരും? ആദ്യമേ എന്ത് ചെയ്യാം? നമുക്ക് ഏത് വേണേലും ആദ്യം എടുക്കാം. അപ്പൊ ഇത് ആദ്യം എടുത്താൽ എന്ത് വരും?
ഇ റൈസ് ടു m1x. m1 എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ റൂട്ട് അല്ലെ. ഈക്വൽ റൂട്ട് എന്ന് പറയുമ്പോൾ c1 പ്ലസ് c2x ഇൻറ്റു ഇ റൈസ് ടു m1x എന്ന് പറയുമ്പോൾ 1x പ്ലസ്, അപ്പൊ ഈക്വൽ റൂട്ടിന്റെ പരിപാടി കഴിഞ്ഞു. നെക്സ്റ്റ് എന്ത് വരും? റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട്. c1 ഇ റൈസ് ടു m1x, c2 ഇ റൈസ് ടു m2x, ആ രീതിയിലല്ലേ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് പോകുന്നത്. അപ്പൊ അതനുസരിച്ച് m = 3 വരുമ്പോൾ c3 ഇ റൈസ് ടു എന്താണ്? 3x. ശരിയല്ലേ? c3 ഇ റൈസ് ടു m3x എന്ന് പറയുമ്പോൾ 3x. അപ്പം റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് വെച്ചിട്ട് ഇത് എഴുതി, ഈക്വൽ റൂട്ട് വെച്ച് ഇത് എഴുതി. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. c1 പ്ലസ് c2x ഇൻറ്റു ഇ റൈസ് ടു 1x എന്ന് പറഞ്ഞാൽ x ആണ്, 1 എഴുതണമെന്നില്ല. സോ c1 പ്ലസ് c2x ഇൻറ്റു ഇ റൈസ് ടു x പ്ലസ് c3 ഇൻറ്റു ഇ റൈസ് ടു എന്താണ്? 3x. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോ അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോൾവ് y ട്രിപ്പിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് 3y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് y is equal to എന്താണ്? 0. സോ ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. y ട്രിപ്പിൾ ഡാഷ് എന്ന് പറയുമ്പോൾ d ക്യൂബ് y ബൈ dx ക്യൂബ്, 3 ഇൻറ്റു y ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ d സ്ക്വയർ y ബൈ dx സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു y ഡാഷ് എന്ന് പറയുമ്പോൾ dy ബൈ dx പ്ലസ് y is equal to 0. d ബൈ dx ന് ക്യാപിറ്റൽ d കൊടുക്കുമ്പോൾ d ക്യൂബ് y പ്ലസ് 3 ഇൻറ്റു d സ്ക്വയർ y പ്ലസ് 3 ഇൻറ്റു dy പ്ലസ് y is equal to 0. y പുറത്തെടുത്താൽ d ക്യൂബ് പ്ലസ് 3d സ്ക്വയർ പ്ലസ് 3d പ്ലസ് 1 ഇൻറ്റു y is equal to 0. ഓക്സിലറി ഇക്വേഷൻ d മാറ്റി m ആക്കുമ്പോൾ m ക്യൂബ് പ്ലസ് 3m സ്ക്വയർ പ്ലസ് 3m പ്ലസ് 1 is equal to 0. സോ അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഓക്സിലറി ഇക്വേഷൻ കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ട്രയൽ ആൻഡ് എറർ. 1 കൊടുത്തിട്ട് കാര്യമില്ല, കാരണം 1 കൊടുത്താൽ എല്ലാം ആഡ് ചെയ്യുമല്ലേ. 1 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 1 0 കിട്ടത്തില്ല. അപ്പൊ -1 കൊടുക്കാം. m = -1 കൊടുക്കുമ്പോൾ -1ന്റെ ക്യൂബ് -1, 3 ഇൻറ്റു -1ന്റെ സ്ക്വയർ പ്ലസ് 3, 3 ഇൻറ്റു -1 -3 പ്ലസ് 1. സോ പ്ലസ് 3 -1 ഇതെല്ലാം ക്യാൻസൽ ആയിക്കോട്ടെ, ആൻസർ 0 വരും. സോ m = -1 റൂട്ട് ആണ്. സോ -1 റൂട്ട് ആയതുകൊണ്ട് അത് അങ്ങനെ എഴുതി. നെക്സ്റ്റ് m ക്യൂബിന്റെ കോഎഫിഷ്യന്റ് 1, m സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 3, m ന്റെ കോഎഫിഷ്യന്റ് 3, കോൺസ്റ്റന്റ് ടേം 1. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1 താഴോട്ട് ഇറക്കി. 1 ഇൻറ്റു -1 -1 3 - 1 2 -1 ഇൻറ്റു 2 -2 3 - 2 1 -1 ഇൻറ്റു 1 -1. സോ ആൻസർ എന്ത് കിട്ടി? എനിക്ക് 0 കിട്ടി. ശരിയല്ലേ? 1 - 1 0 കിട്ടി. 3 - 2 1. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 1m സ്ക്വയർ പ്ലസ് 2m പ്ലസ് 1 is equal to 0. അതായത് m സ്ക്വയർ പ്ലസ് 2m പ്ലസ് 1 is equal to 0. ശരിയാണല്ലോ? ഇതെന്താണ്? m പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. m പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. അവിടുന്ന് m പ്ലസ് 1 ഇൻറ്റു m പ്ലസ് 1 എന്ന് വേണമെങ്കിൽ എഴുതാം, ഈക്വൽ ടു 0. ഇവിടുന്ന് m = -1 m = -1 കിട്ടും. 3 റൂട്ട്സും സെയിം ആണ്. സോ m = -1 m = -1 m = -1. 3 റൂട്ട്സും സെയിം ആണ്, ഈക്വൽ റൂട്ട് ആണ്. ശരിക്കും അപ്പൊ ഇത് എന്തായിരുന്നു? അറിയാവുന്നവർക്ക് എളുപ്പമായിരുന്നു. ഇത് m-1 ഹോൾ ക്യൂബ് ആയിരുന്നു. m+1 അല്ലെ, m+1 ഹോൾ ക്യൂബ് ആയിരുന്നു. a plus b whole cube is equal to a cube plus 3a square b plus 3ab square plus b cube വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാവുന്നവർക്ക് വളരെ എളുപ്പം തന്നെ ഇത് m+1 ഹോൾ ക്യൂബ് ആണെന്ന് തിരിച്ചറിയാമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും. -1 -1 -1 3 റൂട്ട്സും എന്താണ്? ഈക്വൽ റൂട്ട് കൺസെപ്റ്റ് എന്തായിരുന്നു? c1 plus c2x plus c3x² into e raised to m1x പഠിച്ചതാണ്. സോ y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ is equal to c1 plus c2x plus c3x² into e raised to c3x² into e raised to minus x. c1 plus c2x plus c3x² into e raised to minus x. ക്ലിയർ ആയിട്ട് മനസ്സിലാണെന്ന് വിചാരിക്കും. -1 into m1x എന്ന് പറയുമ്പോൾ -1 into x minus x എന്ന് എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? സോ അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കയറാം. സൗണ്ട് ഒക്കെ പോയി. പ്രീവിയസ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. d raised to 4y by dx raised to 4 minus y is equal to 0. സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? d by dx ന് ക്യാപിറ്റൽ d കൊടുക്കുമ്പോൾ d raised to 4y minus y is equal to 0. അപ്പോൾ എന്ത് വരും? y പുറത്തെടുത്താൽ d raised to 4 minus 1 into y is equal to 0. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? m square minus 1 is equal to 0. സോ m raised to 4 minus 1 is equal to 0. ശരിയല്ലേ? d മാറ്റി m ആക്കിയാൽ m raised to 4 minus 1 is equal to 0 ആണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. സോ ഇവിടെ എനിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ടെൻഡൻസി വരുന്നത് എന്താണ്? -1 ഇപ്പുറത്ത് കൊണ്ട് 1 ആക്കിയിട്ട് 4th റൂട്ട് 1 = 1 എന്നൊക്കെ എഴുതാൻ തോന്നും. അങ്ങനെ ചെയ്യില്ല. നമുക്ക് 4 സൊല്യൂഷൻ വേണം. m raised to 4 അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
എം റൈസ് ടു 4നെ എം സ്ക്വയർ ഹോൾ സ്ക്വയർ എന്നാക്കണം. -1 is equal to 0. 1നെ വേണമെങ്കിൽ 1 സ്ക്വയർ എന്നിടാം. ദെൻ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എനിക്കറിയാം. അപ്പൊ അതനുസരിച്ച് എം സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എം സ്ക്വയർ മൈനസ് 1 എന്ന് വരും, ഈക്വൽ ടു 0. ഈ സെപ്പറേറ്റ്ലി 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എം സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0, എം സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0, എം സ്ക്വയർ ഈക്വൽ ടു -1, എം സ്ക്വയർ ഈക്വൽ ടു +1, എം ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -1, എം ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1, എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i, എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. സോ എനിക്ക് 4 റൂട്ട്സ് കിട്ടിയിട്ടുണ്ട്. എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i എനിക്ക് 0 പ്ലസ് ഓർ മൈനസ് i എന്നിടാം. പ്ലസ് ഓർ മൈനസ് i ഞാൻ 0 പ്ലസ് ഓർ മൈനസ് i എന്നിട്ടു. പിന്നെ എം ഇസ് ഈക്വൽ ടു എന്താണ്, പ്ലസ് ഓർ മൈനസ് 1. എന്തിനു വേണ്ടി ഇവിടെ 0 ഇട്ടെ? m1 പ്ലസ് ഓർ മൈനസ് i m2 ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. m1 പ്ലസ് ഓർ മൈനസ് i m2 ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതനുസരിച്ച് ഇവിടെ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് 1 -1 രണ്ട് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ആണ്. സോ കോംപ്ലക്സ് വെച്ച് ഇതിന്റെ സൊല്യൂഷൻ y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ is equal to കോംപ്ലക്സ് വെച്ച് e raised to m1x e raised to 0x into c1 cos m2 എന്ന് പറയുന്നത് 1x plus c2 sin m2 എന്ന് പറയുന്നത് 1x എന്ന് പറയുന്ന x. അപ്പം ഫസ്റ്റിലത്തെ പരിപാടി കഴിഞ്ഞു. പ്ലസ് c1 c2 യൂസ്ഡ് ആയതുകൊണ്ട് ഇനി റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് വെച്ച് ഇതിന്റെ c3 e raised to x plus c4 e raised to -x. ഓക്കെ, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് വെച്ച് രണ്ട് റൂട്ട്സ് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സോ ഇനി നമ്പർ റേസ് ടു 0 1 ആകുമ്പോൾ ഈ ടേം 1 ആയി പോകും. ബാക്കി എന്താണ്, c1 cos x പ്ലസ് c2 sin x പ്ലസ് c3 e raised to x പ്ലസ് c4 e raised to -x. c1 cos x, c2 sin x, c3 e raised to x, c4 e raised to -x. ഇതാണ് ഇതിന്റെ റൂട്ട്. യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം y raised to 4 minus y double dash equal to 0. y raised to 4 എന്ന് പറഞ്ഞാൽ y 4 dash ആണ്. ശരിക്കും d raised to 4 by dx raised to 4 എന്നുള്ള മീനിങ് തന്നെയാണ്. y raised to 4 എന്നിട്ടാലും y raised to ബ്രാക്കറ്റിൽ ഇങ്ങനെ 4 എന്നിട്ടാലും എല്ലാം സെയിം മീനിങ് ആണ് കേട്ടോ. നൊട്ടേഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സോ y raised to 4 എന്ന് പറഞ്ഞാൽ d raised to 4y by dx raised to 4 തന്നെയാണ്. y double dash എന്ന് പറഞ്ഞാൽ d square y by dx square തന്നെയാണ്, ഈക്വൽ ടു 0. d by dx ക്യാപിറ്റൽ d കൊടുക്കുമ്പോൾ d raised to 4y minus d square y is equal to 0. d raised to 4 minus d square into y is equal to 0 വരും, y പുറത്ത് വരുമ്പോൾ. സോ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, d മാറ്റി m ആക്കിയാൽ മതി. m raised to 4 minus m square equal to 0. ശരിയാണല്ലോ. രണ്ട് ടേംസിൽ നിന്ന് m square പുറത്തെടുത്താൽ ബാക്കി m square minus 1 is equal to 0 വരും. m square equal to 0 സെപ്പറേറ്റ്ലി 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ m square minus 1 equal to 0. ഇവിടുന്ന് m equal to 0,0 കിട്ടും. m square equal to 0 എന്ന് പറഞ്ഞാൽ m equal to 0,0. ഇവിടുന്ന് m square equal to 1 കിട്ടും, m is equal to root 1 കിട്ടും, പ്ലസ് ഓർ മൈനസ് 1. സോ അപ്പോൾ എനിക്ക് കിട്ടിയ റൂട്ട്സ് ഏതൊക്കെയാണ്? എമ്മിന് 4 റൂട്ട്സ് വേണമല്ലോ, ഫോർത്ത് ഓർഡർ ആയതുകൊണ്ട് 4 റൂട്ട്സ് വേണം. 0 0 1 -1. അപ്പൊ രണ്ട് ഈക്വൽ റൂട്ട്സ് ഉണ്ട്, രണ്ട് ഡിസ്റ്റിങ്ക്ട് റൂട്ട് ഉണ്ട്. ഈക്വൽ റൂട്ട് വെച്ച് ഇതിന്റെ സൊല്യൂഷൻ എഴുതണം, ഡിസ്റ്റിങ്ക്ട് റൂട്ട് വെച്ച് ഇതിന്റെ സൊല്യൂഷൻ എഴുതണം. സോ y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ, റൈറ്റ് സൈഡ് ഇല്ലാത്തതുകൊണ്ട് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ഈക്വൽ റൂട്ട് വരുമ്പോൾ e raised to c1 plus c2x into c1 plus c2x into e raised to 0x. c1 c2 യൂസ്ഡ് ആണ്. ബാക്കി c3 e raised to x, c3 e raised to x plus c4 e raised to -x വരും. ഇവന്മാരുടെ രണ്ടുപേരുടെ ഇത് ഏത് കൺസെപ്റ്റ് ആണ്? റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് കൺസെപ്റ്റ്. സോ c1 plus c2x into എനി നമ്പർ raised to 0 1 ആയി പോകും. ബാക്കി എന്തുണ്ട്, c3 e raised to x plus c4 e raised to -x. c1 plus c2x plus c3 e raised to x plus c4 e raised to -x. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. y ട്രിപ്പിൾ ഡാഷ് മൈനസ് y is equal to 0 സോൾവ് ചെയ്യാനായിട്ട്. സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? y ട്രിപ്പിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ d ക്യൂബ് y by dx ക്യൂബ് മൈനസ് y is equal to 0. d by dx ന് ക്യാപിറ്റൽ d കൊടുക്കുമ്പോൾ d ക്യൂബ് y മൈനസ് y is equal to 0. d ക്യൂബ് മൈനസ് 1 into y is equal to 0. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ d മാറ്റി m ആക്കണം. m ക്യൂബ് മൈനസ് 1 is equal to 0. നെക്സ്റ്റ് നിങ്ങളുടെ ടെൻഡൻസി എന്തായിരിക്കും? m ക്യൂബ് ഈക്വൽ ടു 1, m ഈക്വൽ ടു ക്യൂബ് റൂട്ട് 1 കഴിഞ്ഞ് അങ്ങനെയൊന്നും എഴുതി വെക്കരുത്. m ക്യൂബ് മൈനസ് 1 is equal to 0 എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് 3 റൂട്ട്സ് വേണം, ശരിയല്ലേ? 3 റൂട്ട്സ് വേണം. 1 എന്ന് പറയാം, 1 1 1 എന്നൊന്നും എഴുതി വെക്കരുത്, പൊട്ടത്തെറ്റാണ് അതൊക്കെ. നമുക്കറിയാം ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ഇസ് എ വെൽ നോൺ കൺസെപ്റ്റ് ഓർ വെരി ഫേമസ് കൺസെപ്റ്റ്. വളരെ വളരെ മഹത്വം ബൃഹത്വമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്.
നിങ്ങളുടെ NDA ഒക്കെ സിലബസ് നോക്കുമ്പോൾ ഒരു മൊഡ്യൂൾ തന്നെ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആയിരിക്കും. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. 1ന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 1ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് ഒരു റൂട്ട് 1 ആണ്. ബാക്കി 2 റൂട്ട് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറും ആ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് പെയറും ആണ് ബാക്കി 2 റൂട്ട്സ്. അതിന് ഒമേഗ ആൻഡ് ഒമേഗ സ്ക്വയർ എന്നൊക്കെ പറയും. 1 + or - i√3/2 അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങളാണ്. സോ അപ്പൊ നമുക്ക് എന്തായാലും ഡിറൈവ് ചെയ്തെടുക്കേണ്ടി വരും. ഇവിടെ നമ്മൾ 1 ക്യൂബ് എന്ന് എഴുതണം. എന്നിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് a ക്യൂബ് - b ക്യൂബ് = a - b × a² + ab + b² എന്ന് പഠിച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടും. അല്ലാത്തവർക്ക് വേണ്ടി a ക്യൂബ് - b ക്യൂബ് = a - b × a² + ab + b². അപ്പൊ അതനുസരിച്ച് m - 1 × a - b × m² + ab എന്ന് പറയുമ്പോൾ m × 1 m + 1² എന്ന് പറയുമ്പോൾ 1 = 0. ഇവിടുന്ന് ഒരു റൂട്ട് m - 1 = 0. പിന്നെ m² + m + 1 = 0. ഇവിടുന്ന് m = -1 ഇപ്പുറത്ത് വരുമ്പോൾ +1 ആവും. ഇവിടുന്ന് എനിക്ക് m² + m + 1 = 0 അല്ലേ? അവിടെ -b ± അപ്ലൈ ചെയ്യാം. m = -1 ± √1² - 4 /2 എന്ന് വരും. സോ -1 ± √3/2. സോ -1 ± √3i/2 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ -1/2 ± √3/2i. സോ m1 ± m2i ആയിട്ട് കമ്പയർ ചെയ്താൽ m1 കിട്ടി, m2 കിട്ടി. ഒരു റൂട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് മാറി നിൽപ്പുണ്ട്. സോ അപ്പോൾ നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ y = കോംപ്ലിമെന്ററി ഫംഗ്ഷൻ c1 e⁻1x എന്ന് പറയുമ്പോൾ x പ്ലസ് e⁻m1x e⁻−1/2x ഇൻറ്റു c1 യൂസ്ഡ് ആണ് c2 cos n2x. n2 എന്താണ്? √3/2x പ്ലസ് c3 sin √3/2x. സോ കോംപ്ലക്സ് കൺസെപ്റ്റ് വെച്ച് ഇതിന്റെ റൂട്ട് എഴുതി, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് വെച്ച് ഇതിന്റെ റൂട്ട് എഴുതി. ഓക്കെ, c1 e⁻x പ്ലസ് c2 e⁻1/2x ഇൻറ്റു c1 e⁻m1x ഇൻറ്റു c2 cos n2x പ്ലസ് c3 sin n2x. ക്ലിയർ? സെറ്റ് ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം y ട്രിപ്പിൾ ഡാഷ് മൈനസ് 8y = 0. y ട്രിപ്പിൾ ഡാഷ് എന്ന് പറയുമ്പോൾ d3y/dx³ മൈനസ് 8y = 0. സോ d3y മൈനസ് 8y = 0. d³ - 8 × y = 0. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? m³ - 8 = 0. സോ അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഓക്സിലറി ഇക്വേഷൻ കിട്ടി. ഇതിനെ ഞാൻ എങ്ങനെ എഴുതണം? m³ - 2³ എന്നാക്കണം. ശരിയല്ലേ? a³ എന്ന് പറയുന്നത് 2³ ആണ് 8 = 0. എന്നിട്ട് എന്ത് അപ്ലൈ ചെയ്യണം? a³ - b³ = a - b × a² + ab + b² അപ്ലൈ ചെയ്യണം. സോ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? m - 2 × m² + 2m + 4 = 0. അവിടുന്ന് m = 2 എനിക്ക് പെട്ടെന്ന് തന്നെ റൂട്ട് കിട്ടും. ഇവിടെ നമ്മൾ -b ± യൂസ് ചെയ്യുക, അല്ലെങ്കിൽ m² + 2m + 4 ഇപ്പുറത്ത് വരുമ്പോൾ -4 m² + 2m. m ന്റെ കോഎഫിഷ്യന്റ് 2 ന്റെ പകുതി 1 ന്റെ സ്ക്വയർ 1 -4 + 1 കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ആണ് ചെയ്തത് കേട്ടോ. m + 1² = -4 + 1 -3. അവിടുന്ന് m + 1 = √3 ± 3i ±√3i. സോ m = -1 ± √3i. ശരിയാണല്ലോ? -1 ± √3i. m = 2 ഒരു റൂട്ട്, -1 ± √3i അടുത്ത റൂട്ട്. ദെൻ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് വെച്ച് ഇതിന്റെ സൊല്യൂഷൻ എഴുതണം. m1 ± m2i വെച്ച് ഇതിന്റെ റൂട്ട് എഴുതണം. സോ y = e⁻2x c1 e⁻m1x പ്ലസ് e⁻m1x, അതായത് e⁻−x ഇൻറ്റു c2 cos n2x √3x പ്ലസ് c3 sin √3x. ഓക്കെ, c1 e⁻m1x ഇൻറ്റു e⁻m1x ഇൻറ്റു c2 cos n2x പ്ലസ് c3 sin n3x. ഇപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ആയിട്ട് ചെയ്യുന്നു. ഏതെങ്കിലുമൊക്കെ പ്രോബ്ലത്തിന്റെ ഇടയ്ക്ക് ഈ c1 ഒക്കെ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആഡ് ചെയ്തോണം കേട്ടോ. അത്രയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. സോ അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതോടുകൂടി അത്യാവശ്യം എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ടൈപ്പ്, ഏതൊക്കെ രീതിയിൽ വരാം, ഏതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സോൾവ് y⁻4 - 5y" + 4y = 0. ആദ്യം തന്നെ y⁻4 ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു എന്ത് തന്നെയാണ്?
d raised to 4y by dx raised to 4 ആണ്. മൈനസ് 5 ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 4y is equal to എന്താണ് 0. ഡി ബൈ ഡി എക്സിന് ക്യാപിറ്റൽ ഡി കൊടുക്കുമ്പോൾ ഡി റേസ് ടു 4y മൈനസ് 5 ഇൻറ്റു ഡി സ്ക്വയർ വൈ പ്ലസ് 4y is equal to 0. y പുറത്തെടുക്കുമ്പോൾ ഡി റേസ് ടു 4 മൈനസ് 5 ഡി സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു y is equal to 0. ഓക്സിലറി ഇക്വേഷൻ ഡി മാറ്റി എം ആക്കുമ്പോൾ m raised to 4 minus 5 m square plus 4 is equal to 0. ഫോർത്ത് ഡിഗ്രി ആണ്. സോ അപ്പൊ നമുക്കൊരു അനുഗ്രഹം എന്ന് പറയുന്നത് എം ക്യൂബിന്റെ ടേം ഇല്ല എന്നുള്ളതാണ്. എം ക്യൂബിന്റെ ടേം ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു പരിപാടി ചെയ്യാം. എം റേസ് ടു 4 മൈനസ് എം റേസ് ടു 4നെ എനിക്ക് ഇങ്ങനെ എഴുതാം. എം റേസ് ടു 4നെ എനിക്ക് എം സ്ക്വയറിന്റെ സ്ക്വയർ എന്ന് എഴുതാം. മൈനസ് 5 എം സ്ക്വയർ പ്ലസ് 4 is equal to 0. എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ എം സ്ക്വയറിന് ഒരു പി എന്ന് വല്ല സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഇപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എം സ്ക്വയർ പി ആകുമ്പോൾ എന്താവും പി സ്ക്വയർ മൈനസ് 5p പ്ലസ് 4 is equal to 0. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. നമുക്ക് ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ ആണ്, പക്ഷെ തേർഡ് ഡിഗ്രിയുടെ ടൈം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സെക്കൻഡ് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അതിങ്ങനെയാണ് ചെയ്യുന്നത്. എം റേസ് ടു 4നെ എം സ്ക്വയറിന്റെ സ്ക്വയർ ആക്കണം. മൈനസ് 5 എം സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0. എന്നിട്ട് എം സ്ക്വയറിന് പി കൊടുത്തിട്ട് ഈ രീതിയിലേക്ക് മാറ്റണം. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? ഇവിടെ നമുക്ക് മൈനസ് പി പ്ലസ് ഓർ മൈനസ് ചെയ്യാം. പി ഈക്വൽ ടു മൈനസ് ഓഫ് അല്ല വേണ്ട സമ്മും പ്രോഡക്റ്റും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സം എന്താണ്? മൈനസ് 5. പ്രോഡക്റ്റ് എന്താണ്? പ്ലസ് 4. നമ്പേഴ്സ് ഏതൊക്കെയാണ്? സമ്മും മൈനസ് 5ഉം പ്രോഡക്റ്റ് പ്ലസ് 4ഉം കിട്ടണം. 4ഉം മൈനസ് 4ഉം മൈനസ് 1ഉം പ്രോഡക്റ്റ് പ്ലസ് 4 സമ്മ് മൈനസ് 5 കിട്ടും. സോ പി മൈനസ് 4 ഇൻറ്റു പി മൈനസ് 1 is equal to 0. അവിടുന്ന് പി ഈക്വൽ ടു 4 കിട്ടും. ഇവിടുന്ന് പി ഈക്വൽ ടു 1 കിട്ടും. നമുക്കറിയാം പി എന്ന് പറയുന്നത് എന്താണ്? എം സ്ക്വയർ ആണ്. therefore എം സ്ക്വയർ ഈക്വൽ ടു 4 കിട്ടും. എം സ്ക്വയർ ഈക്വൽ ടു 1 കിട്ടും. എം is equal to റൂട്ട് 4 കിട്ടും. എം is equal to റൂട്ട് 1 കിട്ടും. എം is equal to പ്ലസ് ഓർ മൈനസ് 2 കിട്ടും. എം is equal to പ്ലസ് ഓർ മൈനസ് 1 കിട്ടും. മൊത്തത്തിൽ എമ്മിന്റെ വാല്യൂ 2 മൈനസ് 2 1 മൈനസ് 1. അങ്ങനെ 4 റൂട്ട്സ് കിട്ടി. 4 റൂട്ട്സും റിയൽ ആണ്, 4 റൂട്ട്സും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ ദ ഫൈനൽ സൊല്യൂഷൻ ഈസ് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് വെച്ചിട്ട് y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ is equal to c1 e raised to 2x plus c2 e raised to minus 2x plus c3 e raised to 1x എന്ന് പറയുമ്പോൾ x plus c4 e raised to minus 1x എന്ന് പറയുമ്പോൾ minus x. ഓക്കെ, c1 e raised to 2x, c2 e raised to minus 2x, c3 e raised to 1x എന്ന് പറയുമ്പോൾ x plus c4 e raised to minus x. സോ അപ്പോൾ നമ്മൾ ഒരു മാരത്തോൺ റേസ് ആയിരുന്നു. വെള്ളം പോലും കുടിച്ചിട്ടില്ല എത്ര നേരം. കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. സോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് മീൻ വാല്യൂ തിയറം അല്ല, ഇനിഷ്യൽ വാല്യൂ പ്ലസ് 2 കൂടെ എടുക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് മീൻ വാല്യൂ തിയറം എന്നൊക്കെ മനസ്സിലേക്ക് വരുന്നത്. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അടുത്ത ക്ലാസ്സിൽ ഇതേ സൊല്യൂഷനൊക്കെ തന്നെ നമുക്ക് ഇതിനകത്തെല്ലാം c1 c2 c3 c4 അങ്ങനെയുള്ള കോൺസ്റ്റൻസ് ഉണ്ട്. ആ കോൺസ്റ്റൻസും കൂടെ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ജനറൽ സൊല്യൂഷനെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആക്കി മാറ്റുന്ന പരിപാടിയാണ്. അതായത് c1 c2 ഒന്നും ഇല്ലാത്ത പർട്ടിക്കുലർ സൊല്യൂഷനിലേക്ക് മാറ്റുന്ന പരിപാടിയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാനുള്ളത്. അത് നമുക്ക് വളരെ കുറച്ച് സമയം മതി ഡിസ്കസ് ചെയ്യാൻ. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ടോപ്പിക്സ് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ നമുക്ക് ബാക്കി ടോപ്പിക്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സി.